ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. വീഡിയോ ഓൺ ചെയ്യും എല്ലാവരും. ഐഷ, ഭീമ, ഇർഫാൻ, സ്വാലിഹ, അന്ന, ഇസാൻ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. സാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, എല്ലാവരും പുസ്തകമൊക്കെ ഒന്ന് അടച്ചു വെച്ച് ചോദിച്ചു നോക്കട്ടെ. ആലിയ ഫാത്തിമ. ആലിയ, എന്താണ് ഷേപ്പ് സെലക്ടീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആലിയ കേട്ടോ ചോദ്യം? ഞാൻ പഠിക്കില്ല സാർ. പഠിച്ചില്ല. കേട്ടില്ല. എന്താ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ? ചോദിക്കാം. വാട്ട് ഈസ് അഡ്സോർപ്ഷൻ തിയറിയുടെ 5 സ്റ്റെപ്പ് പറയാമോ? ആ മൈക്ക് ഇച്ചിരോടെ അടുപ്പിച്ച് പറഞ്ഞ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അബ്സോർപ്ഷൻ തിയറി ഒന്നും പഠിച്ചില്ലല്ലോ. അയ്യോ, നമുക്ക് അത്ര സമയം കളയാനില്ല. ആകെ ഒരു 1.5 മണിക്കൂറും ഉണ്ട്. ഓക്കെ, അപ്പൊ നാളത്തേക്ക് പഠിക്കുക. ആലിയ. ഓക്കെ, ഇനി ആരോടാ? ഐഷ സാർ. അഡ്സോർപ്ഷൻ തിയറിയുടെ 5 സ്റ്റെപ്പുകൾ പറഞ്ഞേ. പറയാ ഒരു മിനിറ്റ്. സാർ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു സാർ. അത് എല്ലാ എൻസൈമുമായിട്ടും റിയാക്ട് ചെയ്യില്ല. ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളവരെ മാത്രമേ റിയാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. വായിച്ചിട്ട് പറയണമെന്നല്ലോ. ഇന്നലെ കേട്ട ഓർമ്മയിൽ പറഞ്ഞല്ലേ അല്ലേ? വീട്ടിൽ പോയി വായിച്ചിട്ടില്ല 100% ഉറപ്പാണ്. അല്ലേ ഈഷ? സിയോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ആർ സിയോളൈറ്റ്സ്? ഓർക്കല്ല സാർ. വീട്ടിൽ പോയി വായിക്കാത്തവർക്ക് ഒരു രണ്ട് തവണ എംപോസിറ്റ് കിട്ടണത് നല്ലതാണ് എനിക്ക് തോന്നുന്നു. ഇനി ആരാ? അഫ്സർ. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്താണ് അഡ്സോർപ്ഷൻ തിയറിയുടെ 5 സ്റ്റെപ്പ്? വേറെ ഷേപ്പ് സെലക്ട്. ഇങ്ങനെ ഓപ്ഷൻ ഒന്നും ഇല്ലാട്ടോ നമുക്ക് എല്ലാവർക്കും. ഇന്നത്തേക്കാണ് ഓപ്ഷൻ. ബാക്കി ഇനിയുള്ള ദിവസം ഒന്നും ഓപ്ഷൻ ഒന്നും ഇല്ല. എന്താണ് ഷേപ്പ് സെലക്ടീവ് കാറ്റലിസ്റ്റ്? ലാർജ് നമ്പർ ഓഫ് പോർസും cavities with a different shape and size ഉള്ളവരാണ്. അല്ല, ഒന്നുമല്ല ഷേപ്പ് സെലക്ട് ചെയ്യാൻ. ഒന്നും പഠിക്കണില്ലല്ലോ വീട്ടിൽ പോയിട്ട്.
ഇന്നലത്തെ ക്ലാസ്സിൽ നേരാമ്പാടിന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാർന്നെങ്കിൽ തന്നെ ഇപ്പത്തെ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വായനയുടെ ആവശ്യമൊന്നും ഇല്ലാണ്ട് ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നാർന്നെങ്കിൽ പറയാവുന്ന ഉത്തരമേ ഉള്ളൂ ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ നമ്മള് ഇന്നലെ എവിടം വരെയാണ് പഠിച്ചത്? എൻസൈം കറ്റാലിസിന്റെ മെക്കാനിസം വരെയാണ് പഠിച്ചത് അല്ലേ? മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചെറിയ സാധനം കൊടുത്തിട്ടുണ്ട്, അത് കാണാണ്ട് പഠിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് അതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല. ആ 5.2.5 എന്ന് പറഞ്ഞ സാധനം നിങ്ങളൊന്ന് എടുത്ത് 5.2.5 കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി കണ്ടോ? കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ചില കാറ്റലിസ്റ്റുകളുടെ പേരാണ്. ജസ്റ്റ് ആ പ്രോസസ്സിന്റെ പേരും ആ കാറ്റലിസ്റ്റിന്റെ പേരും പഠിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? അമോണിയ ഉണ്ടാക്കാനുള്ള പ്രോസസ്സാണ്. അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഹേബർ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് അയൺ, ഫൈനലി ഡിവൈഡഡ് അയൺ. അയൺ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. പ്രൊമോട്ടർ മോളിബ്ഡിനമാണ്. കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് 200 ബാർ പ്രഷർ, 723 to 773 കെൽവിൻ ടെമ്പറേച്ചർ. നൗ എ ഡേയ്സ്, അതായത് ഇപ്പോ നമ്മൾ അയൺ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ്, പൊട്ടാഷ്യം ഓക്സൈഡ് ആൻഡ് അലൂമിന, അതാണ് ഇപ്പൊ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അയണിന് പകരം കുറച്ചും കൂടെ നല്ലൊരു കാറ്റലിസ്റ്റ് ആണ് ഇതിന്റെ മിക്സ്ചർ, ഇതിന്റെ അയൺ ഓക്സൈഡ്, പൊട്ടാഷ്യം ഓക്സൈഡ്, അലൂമിന. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രോസസ്സാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ജസ്റ്റ് ആ പുസ്തകത്തിൽ ഒന്ന് പഠിച്ചാൽ മതി. ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാക്കാനുള്ളതാണ്? നൈട്രിക് ആസിഡ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സാണ്. നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ്, അല്ലെങ്കിൽ നമ്മൾ പ്ലാറ്റിനം എന്ന് പറഞ്ഞാലും ശരിയാണ്. പ്ലാറ്റിനം ആണ് അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് 573 കെൽവിൻ, അത് കാണാണ്ട് പിടിക്കുക. മൂന്നാമത്തത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്, അതാണ് കോണ്ടാക്ട് പ്രോസസ്സ്. ഇതൊക്കെ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും. എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേര്? കോണ്ടാക്ട് പ്രോസസ്സ്. എന്താണ് നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേര്? ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് പ്ലാറ്റിനം ആണ്, അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് V2O5. ടെമ്പറേച്ചർ 673 to 723 കെൽവിൻ. ഇത് നിങ്ങൾ ജസ്റ്റ് ആ ടേബിളിൽ നോക്കി ഒന്ന് കാണാണ്ട് പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ 3 പ്രോസസ്സും അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ഇതോടുകൂടി നമ്മളുടെ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്ന ഭാഗം അവസാനിച്ചു. ഇത്രയാണ് നിങ്ങൾക്ക് എൻസൈം കറ്റാലിസിസിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ തന്നെ മൊത്തം 3 ഭാഗമാണ്. ആദ്യത്തെ ഭാഗം അഡ്സോർപ്ഷൻ, രണ്ടാമത്തെ ഭാഗം കറ്റാലിസിസ്, മൂന്നാമത്തെ ഭാഗം കൊളോയിഡ്. അപ്പൊ അതിനകത്ത് 2 ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള കൊളോയിഡ്സ് ആണ്. നമ്മൾ ഇനി അതിൻ്റെ അകത്തേക്ക് പോവാണ്. വാട്ട് ആർ കൊളോയിഡ്സ്? എല്ലാവരും അടുത്ത ഹെഡിങ് ആയിട്ട് നമുക്ക് കൊളോയിഡ്സ് എന്നും ഹെഡിങ്. കൊളോയിഡ്സ് സൊല്യൂഷൻസിനെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 3 തരം സൊല്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. അങ്ങനെ 3 തരം സൊല്യൂഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. പിന്നെ ഇനി ഇതിന്റെ അകത്ത് ഓരോന്നും എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് എന്താണെന്ന് പറയാം. എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻ, എന്താണ് ഒരു സസ്പെൻഷൻ, ഇതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കൊളോയിഡ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കാം. പഞ്ചസാര വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത്? പഞ്ചസാര എടുത്ത് വെള്ളത്തിൽ കലക്കുക അല്ലെ? നമ്മൾ 1 സ്പൂൺ പഞ്ചസാര എടുത്ത് ഒരു വെള്ളത്തിൽ മൊത്തമായിട്ടും ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താ ചെയ്തത്? 1 സ്പൂൺ പഞ്ചസാര എടുക്കുന്നു, നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ മൊത്തമായിട്ട് ഡിസോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനകത്തുള്ള പഞ്ചസാര കണികകളെ കാണാൻ പറ്റുമോ?
നമ്മുടെ കണ്ണും കൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാര മോളിക്യൂൾസിനെ കാണാം, ഷുഗർ മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ പറ്റുമോ? പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതായത് പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ ആണ്. അതായത് വളരെ ചെറിയ പാർട്ടിക്കിൾസ്, നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ലാത്ത തരത്തിൽ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആണ് എന്തിലുള്ളത്? ഈ പറയുന്ന പഞ്ചസാര വെള്ളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര വെള്ളത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രൂ സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. എന്താണ് ട്രൂ സൊല്യൂഷൻ? അപ്പൊ ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പാർട്ടിക്കിൾ സൈസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ. പാർട്ടിക്കിൾ സൈസ് വളരെ വളരെ ചെറുതായിട്ടുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എന്താണ് ട്രൂ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. എന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ പഞ്ചസാര വെള്ളം തന്നെ വേണമെന്നില്ല, ഉപ്പ് വെള്ളം. നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൊത്തത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് സോഡിയം ക്ലോറൈഡിന്റെ മോളിക്യൂൾസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് ഞാനിപ്പോ കുറച്ച് ചെളിവെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. മഡി വാട്ടർ, ചെളിവെള്ളം. ചെളിവെള്ളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലെ ചെളി എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, അല്ലെ? എവിടെയൊക്കെയാണ് ചെളി ഉള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതായത് അത് മാത്രമല്ല, ചെളി ഇങ്ങനെ അടിഞ്ഞു കൂടുകയും ചെയ്യും. കുറെ നേരം ആ വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നേരം കഴിയുമ്പോൾ ആ ഗ്ലാസിന്റെ താഴെ വന്ന് ഈ ചെളി അടിഞ്ഞു കൂടും. പഞ്ചസാര അങ്ങനെ അടിഞ്ഞു കൂടുവോ? അതായത് ഇപ്പൊ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോൾ ആ കലക്കിയ പഞ്ചസാര മൊത്തം വന്ന് ഗ്ലാസിന്റെ അടിയിൽ അടിഞ്ഞു കൂടുവോ? അടിഞ്ഞു കൂടില്ല. കാരണം അത് വെള്ളത്തിൽ ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇനി അത് ഗ്ലാസിന്റെ താഴേക്ക് വന്ന് അടിഞ്ഞു കൂടില്ല. പക്ഷെ ചെളിവെള്ളം അങ്ങനെയല്ല. ചെളി നമ്മൾ എന്തോരം ഇട്ട് വെള്ളത്തിൽ കലക്കിയാലും കുറെ നേരം കഴിയുമ്പോൾ ആ ചെളി മൊത്തം എന്ത് ചെയ്യും? ഈ പറയുന്ന ഗ്ലാസിന്റെ താഴെ വന്ന് അടിഞ്ഞു കൂടും, അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ താഴെ വന്ന് അടിഞ്ഞു കൂടും. മാത്രമല്ല അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്, വലിയ പാർട്ടിക്കിൾ സൈസ് ആണ്. അപ്പൊ വളരെ കൂടിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള സാധനങ്ങളെയും അടിഞ്ഞു കൂടുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സസ്പെൻഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് വിളിക്കുന്നത്? സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനം. ട്രൂ സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ സസ്പെൻഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. അതായത് സസ്പെൻഷന്റെ അത്രയും വലിയ പാർട്ടിക്കിൾ അല്ല, എന്നാൽ ട്രൂ സൊല്യൂഷന്റെ അത്രയും ചെറിയ പാർട്ടിക്കിളും അല്ല. അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് എന്ന് പറയും. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഒരു കൊളോയിഡ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൊളോയിഡ്. അല്ലെങ്കിൽ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറയും. സ്റ്റാർച്ച് സൊല്യൂഷൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രൂ സൊല്യൂഷനെയും സസ്പെൻഷനെയും കൊളോയിഡിനെയും വേർതിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ടാണ് നിങ്ങൾ ഓർക്കുക. വളരെ കൂടുതൽ പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ അതിനെ സസ്പെൻഷൻ എന്ന് വിളിക്കും. തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ നമ്മൾ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ നമ്മൾ കൊളോയിഡ് എന്ന് വിളിക്കും. എന്റെ എക്സാമ്പിൾ ആണ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രൂ സൊല്യൂഷൻ ആണ്. എന്നാൽ നമ്മുടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് കൊളോയിഡ് ആണ്. മഡി വാട്ടർ, ചെളിവെള്ളം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചോക്കുപൊടി ഇട്ട വെള്ളം, അതൊക്കെ എന്താണ്? സസ്പെൻഷൻ ആണ്. ചോക്കുപൊടി വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോൾ അത് അടിഞ്ഞു കൂടും, അല്ലെ? താഴത്തേക്ക് അടിഞ്ഞു കൂടും. മാത്രമല്ല നമുക്ക് ചോക്കുപൊടി നല്ല കൃത്യമായിട്ട് കാണാനും പറ്റും, സൊല്യൂഷനിൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. സോ അതൊക്കെ നമ്മൾക്ക് എന്തിനാ എക്സാമ്പിൾ ആയിട്ട് പറയാം? സസ്പെൻഷന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഈ മൂന്നിന്റെ ഡിഫറൻസ് ആണ് ഇനി എഴുതാൻ പോണേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബുക്കിൽ ഒരു കോളമായിട്ട് വരയ്ക്കുക. ഒരു കോളം വരച്ചിട്ട് മൂന്നായിട്ട് തിരിക്കുക. അതിനെ 3 ഈക്വൽ വിഡ്ത്തുള്ള കോളം, അങ്ങനെ 3 കോളമായിട്ട് തിരിക്കുക. അതിൻ്റെ അകത്ത് ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ട്രൂ സൊല്യൂഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. രണ്ടാമത്തേല് കൊളോയിഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. മൂന്നാമത്തേല് സസ്പെൻഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള ആദ്യത്തെ ഡിഫറൻസ് ആണ്. സോ ഒന്നാമത്തെ നമ്പർ ഇടുക. ഫസ്റ്റ് ഡിഫറൻസ്, ഇവിടെ പാർട്ടിക്കിൾ സൈസ്, ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് എത്രയാണ്? വളരെ കുറവാണ്, അല്ലേ? പാർട്ടിക്കിൾ സൈസ് ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ് അവിടുത്തെ എഴുതേണ്ടത്. 1 നാനോമീറ്ററിലും താഴെയാണ് പാർട്ടിക്കിൾ സൈസ്. ഇത് ഒരു പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 നാനോമീറ്ററിലും താഴെ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. അപ്പൊ 1 നാനോമീറ്ററിലും താഴെയാണ് ഒരു പാർട്ടിക്കിളിന്റെ സൈസ്. അതാണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി നിങ്ങൾ സസ്പെൻഷന്റെ താഴെ എഴുതുക. ഇവിടെ കൊളോയിഡിന്റെ താഴെയല്ല, സസ്പെൻഷന്റെ താഴെ എഴുതുക. പാർട്ടിക്കിൾ സൈസ് ഈസ് greater than 1000 നാനോമീറ്റർ. 1000 നാനോമീറ്ററിലും കൂടുതലാണ് പാർട്ടിക്കിൾ സൈസ് എങ്കിൽ അത് സസ്പെൻഷൻ. സസ്പെൻഷന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ 1000 നാനോമീറ്ററിലും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് എത്രയായിരിക്കും? പറഞ്ഞേ മെഹബൂബ, കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് അപ്പൊ എത്രയായിരിക്കും? ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 താഴെ, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ 1000 മേളില്. അപ്പൊ കൊളോയിഡിന്റെ എത്രയായിരിക്കും? 1 കൂടുതലും 100ന്റെ ഇടയിലും. 100 അല്ല, 1000. 1000ന്റെ ഇടയിലും. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ അതിനെ കൊളോയിഡ് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? കൊളോയിഡിന്റെ താഴെ പാർട്ടിക്കിൾ സൈസ് ഈസ് in between 1 to 1000 നാനോമീറ്റർ. 1000 എന്നാണ് കേട്ടോ, 100 നാനും എഴുതി വെക്കരുത്. 1 to 1000, 1000 നാനോമീറ്റർ. സോ ഇതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് ആണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഹോമോജീനിയസ്. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് ആണ്. എന്താ ഹോമോജീനിയസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? വാട്ട് ഈസ് ഹോമോജീനിയസ്? നുസ്രിൻ പറയൂ, വാട്ട് ഈസ് ഹോമോജീനിയസ്? പാർട്ടിക്കിൾസ് എല്ലാം ഒരേ സൈസും കോമ്പോസിഷൻ ഒക്കെ ആണെങ്കിൽ, അതായത് എല്ലാ ഭാഗത്തും, ആ സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കും. അത് നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ മൊത്തം കലക്കി കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസിന്റെ മേളിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ, താഴെ കുറവ്, സൈഡിൽ കുറച്ച് കൂടുതൽ, അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയല്ലേ പഞ്ചസാര വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. പഞ്ചസാര വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ഗ്ലാസിന്റെ മേളിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചാലും, ഗ്ലാസിന്റെ താഴെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചാലും, ഗ്ലാസിന്റെ സൈഡിൽ ഒരു തുളയിട്ടിട്ട് അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചാലും ഒക്കെ ഒരേ ടേസ്റ്റ് തന്നെയായിരിക്കും. അല്ലാതെ മേളിൽ കുറച്ച് മധുരം കുറവ്, താഴെ കുറച്ച് മധുരം കൂടുതൽ, അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രൂ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ്. മറ്റേത് രണ്ടും ഹെട്രോജീനിയസ് ആണ്. സോ ദിസ് ഈസ് ഹെട്രോജീനിയസ്. ഇതും ഹെട്രോജീനിയസ് ആണ്, ഇതും ഹെട്രോജീനിയസ് ആണ്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. അടുത്ത മൂന്നാമത്തെ ഡിഫറൻസ് ആണ് ട്രൂ സൊല്യൂഷൻസ് ആർ ട്രാൻസ്പെറന്റ്. ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലൈറ്റിനെ മൊത്തമായിട്ടും കടത്തി വിടുന്നത്, അതിനെയാണ് ട്രാൻസ്പെറന്റ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പെറന്റ്. കൊളോയിഡ്സ് ആർ ട്രാൻസ്ലൂസെന്റ്. കൊളോയിഡ്സ് ട്രാൻസ്ലൂസെന്റ് ആണ്. ട്രാൻസ്ലൂസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സെമി ട്രാൻസ്പെറന്റ്. അതായത് മൊത്തമായിട്ട് ലൈറ്റിനെ കടത്തി വിടില്ല, എന്നാൽ കുറച്ചൊക്കെ കടത്തി വിടും. അതാണ് സെമി ട്രാൻസ്പെറന്റ്, അതാണ് ട്രാൻസ്ലൂസെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒപ്പേക്ക് ആണ്. സോ ദിസ് ഈസ് ഒപ്പേക്ക്. സസ്പെൻഷൻസ് ഒപ്പേക്ക് ആണ്, ലൈറ്റിനെ കടത്തി വിടില്ല. കാരണം അത്രയും വലിയ പാർട്ടിക്കിൾ സൈസ് ആണല്ലോ, അതുകൊണ്ട്. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. അടുത്ത നാലാമത്തത്, ഫോർത്ത് ഡിഫറൻസ് ഈസ് ഇവിടെ ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഡു നോട്ട് സെറ്റിൽ ഡൗൺ. സെറ്റിൽ ചെയ്യില്ല. ഡു നോട്ട് സെറ്റിൽ ഡൗൺ. സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് പാത്രത്തിന്റെ താഴത്തേക്ക് പാർട്ടിക്കിൾസ് വന്ന് അടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രൂ സൊല്യൂഷൻ അങ്ങനെ സെറ്റിൽ ചെയ്യില്ല. ഈ കൊളോയിഡും സെറ്റിൽ ചെയ്യില്ല. ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഇവിടെയും ഡു നോട്ട് സെറ്റിൽ ഡൗൺ. കൊളോയിഡ്സും സെറ്റിൽ ചെയ്യില്ല. ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഇവിടെ നിങ്ങൾ പക്ഷെ സസ്പെൻഷന്റെ അവിടെ എഴുതുക സെറ്റിൽ ഡൗൺ അണ്ടർ ഗ്രാവിറ്റി. സെറ്റിൽ ഡൗൺ അണ്ടർ ഗ്രാവിറ്റി. സസ്പെൻഷൻ എന്ത് ചെയ്യും? സസ്പെൻഷൻ ഇപ്പൊ ചെളിവെള്ളം ഒക്കെ ആണെങ്കിൽ ചെളി അടിഞ്ഞു കൂടും ഗ്രാവിറ്റി മൂലം. ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി ഇറ്റ് സെറ്റിൽസ് ഡൗൺ.
അതാണ് നാലാമത്തെ ഡിഫറൻസ്. അടുത്തത് അഞ്ചാമത്തെ ഡിഫറൻസ്, ഫിഫ്ത്ത് വൺ. ഇവിടെ എഴുതുക cannot be filtered using ordinary filter paper. അതായത് സാധാരണ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല ആണ്, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. cannot be filtered using ordinary filter paper. ഇനി പക്ഷെ ഇവിടെ നമ്മൾ കൊളോയിഡിന്റെ താഴെ എഴുതുക can be filtered using ultra filter paper. കൊളോയിഡ് ആണെങ്കിലും നമുക്ക് സാധാരണ ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അൾട്രാ ഫിൽട്ടർ പേപ്പർ തോന്നുന്ന ഒരു ഫിൽട്ടർ പേപ്പർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക്, അത് കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടിയ ഫിൽട്ടർ പേപ്പറാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം കൊളോയിഡിനെ. ഓർഡിനറി ഫിൽട്ടർ പേപ്പർ വെച്ച് കൊളോയിഡിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അൾട്രാ ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാം. പക്ഷെ സസ്പെൻഷൻ അങ്ങനെയല്ല. സസ്പെൻഷനെ നമുക്ക് can be filtered using ordinary filter paper. Can be filtered using ordinary filter paper. ഓർഡിനറി ഫിൽട്ടർ പേപ്പർ വെച്ച് തന്നെ ഫിൽട്ടർ ചെയ്യാം സസ്പെൻഷനെ, കാരണം അതിന്റെ പാർട്ടിക്കിൾ സൈസ് വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ട് അപ്പൊ എന്താണ് ആ പോയിന്റ്? ട്രൂ സൊല്യൂഷനെ നമുക്ക് ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചും ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് ഓർഡിനറി ഫിൽട്ടർ പേപ്പർ വെച്ച് തന്നെ ഫിൽട്ടർ ചെയ്യാം. കൊളോയിഡ് ആണെങ്കിൽ നമുക്ക് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാം. ഇതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ഇത് ഇവിടെ ഒരു വര വരയ്ക്കുക. അടുത്തത് അവസാനത്തത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഒരു പോയിന്റോടെ ഉണ്ട്. ആറാമത്തത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണല്ലോ. ട്രൂ സൊല്യൂഷന്റെ എക്സാമ്പിൾ എന്താണ്? ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഒക്കെയാണ്. ഇവിടെ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റാർച്ച് സൊല്യൂഷൻ, പിന്നെ നമ്മളുടെ മിൽക്ക് ഒരു കൊളോയിഡ് ആണ്. ബ്ലഡ് ഒരു കൊളോയിഡ് ആണ്. പിന്നെ എന്താണ് നമ്മളുടെ സസ്പെൻഷന്റെ ഇവിടെ എഴുതുക മഡി വാട്ടർ, പിന്നെ ചോക്ക് പൗഡർ ഇൻ വാട്ടർ. ഇതൊക്കെയാണ് സസ്പെൻഷന്റെ എക്സാമ്പിൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ, ഡിഫറൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വരുവാണ്. അസ്ലം ഉബൈദിന്റെ വീഡിയോ ഓഫ് ആണല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഡിഫറൻസിന്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. എങ്ങനെയൊക്കെയാണ് കൊളോയിഡിനെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ട്രൂ സൊല്യൂഷനെ പറ്റി സസ്പെൻഷനെ പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്തിനെ പറ്റി മാത്രമാണ്? കൊളോയിഡിനെ പറ്റി മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പൊ കൊളോയിഡിന്റെ പല പല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. Classification of colloids. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ടത് colloids are classified based on three criteria. അതായത് 3 മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൊളോയിഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് 3 തരത്തിൽ നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണ് ആ 3 തരം എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തത് based on the physical state of dispersed phase
based on the physical state of dispersed phase and dispersion medium. Based on the physical state of dispersed phase and dispersion medium. Okay. അപ്പൊ ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്. Based on the physical state of dispersed phase and dispersion medium. നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഞ്ചസാരേനെ എന്ത് വിളിക്കും, വെള്ളത്തിനെ എന്ത് വിളിക്കും? ആരാ പറഞ്ഞ? ആവണി ഒന്ന് പറഞ്ഞ. ആവണി, എന്താണ് പഞ്ചസാരേനെയും വെള്ളത്തിനെയും വിളിക്കുന്നത്? പഞ്ചസാര സൊല്യൂട്ട്, വെള്ളം സോൾവെന്റ്. സോൾവെന്റ് അങ്ങനെയല്ലേ വിളിക്കുന്നേ? പഞ്ചസാരേനെ സൊല്യൂട്ട് എന്ന് വിളിക്കും, വെള്ളത്തിനെ സോൾവെന്റ് എന്ന് വിളിക്കും. കാരണം അതൊരു ട്രൂ സൊല്യൂഷൻ ആയതുകൊണ്ട്. കൊളോയിഡിന്റെ കേസിൽ പക്ഷെ നമ്മൾ സൊല്യൂട്ട് സോൾവെന്റ് എന്ന് വിളിക്കാറില്ല. പകരം എന്താ വിളിക്കുന്നത്? സൊല്യൂട്ടിനെ വിളിക്കുന്നതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. എന്താണ് വിളിക്കുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഇതിപ്പോ സ്റ്റാർച്ച് വെള്ളം, സ്റ്റാർച്ച് കലക്കിയ വെള്ളം, അവിടെ സ്റ്റാർച്ച് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വെള്ളമാണ് സോൾവെന്റ്. പക്ഷെ സോൾവെന്റിനെ നമ്മൾ എന്താ വിളിക്കുള്ളൂ? ഡിസ്പെർഷൻ മീഡിയം, അങ്ങനെയാണ് വിളിക്കുള്ളൂ. അപ്പൊ കൊളോയിഡിന്റെ കേസിൽ ഒരിക്കലും നമ്മൾ സൊല്യൂട്ട് സോൾവെന്റ് എന്ന് വിളിക്കാറില്ല. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തോളുക. പകരം എന്തെന്നാ വിളിക്കുക? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂട്ട് തന്നെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിസ്പെർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾവെന്റ് ആണ് ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ. അപ്പൊ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പെർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് കൊളോയിഡിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ഇപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് വേണമെങ്കിൽ സോളിഡ് ആവാലോ, ലിക്വിഡ് ആവാലോ, ഗ്യാസ് ആവാലോ. അതുപോലെ തന്നെ ഡിസ്പെർഷൻ മീഡിയവും വേണമെങ്കിൽ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് കൊളോയിഡിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ. കാരണം ഒരു ടേബിൾ ആണ്. നിങ്ങൾ വേഗം പുസ്തകം എടുക്കുക, എല്ലാവരും പുസ്തകം എടുക്കുക. പുസ്തകം എടുത്തോ? അതിൻ്റെ അകത്ത് കൊളോയിഡ് എന്ന് പറയുന്ന ഭാഗം എടുക്കുക. കൊളോയിഡ് 5.3. അതിൽ തന്നെ 5.4 കണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. അതിന്റെ ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. കൊളോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ക്രൈറ്റീരിയാസ്. താഴെ തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കണ്ടോ സെന്റൻസ്? അത് അടയാളപ്പെടുത്തുക. അതിന്റെ ഒന്നാമത്തതാണ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കണ്ടോ? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് 5.4.1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ആ ടേബിൾ നിങ്ങൾ നോക്കിക്കേ. ടേബിളിൽ അവർ കൊടുത്തേക്കണം എന്തൊക്കെയാ? ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവുന്നതും ലിക്വിഡ് ആവുന്നതും ഗ്യാസ് ആവുന്നതും കൊടുത്തിട്ടുണ്ട്. ഡിസ്പെർഷൻ മീഡിയവും സോളിഡും ലിക്വിഡും ഗ്യാസും ആവുന്നത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നിനനുസരിച്ച് ആ കൊളോയിഡിനെ വിളിക്കുന്ന പേരെന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ്, ഡിസ്പെർഷൻ മീഡിയവും സോളിഡ് ആണെങ്കിൽ നമ്മൾ ആ കൊളോയിഡിനെ എന്താണ് വിളിക്കുന്നത്? സോളിഡ് സോൾ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് സോളിഡ് സോൾ. അതുപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡും ആണെങ്കിൽ നമ്മൾ അതിനെ വെറും സോൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആണെങ്കിൽ നമ്മൾ അതിനെ എയ്റോസോൾ എന്ന് വിളിക്കും. അപ്പൊ ഇതുപോലെ ആ ടേബിള് മൊത്തത്തിൽ കാണാണ്ട് പഠിക്കുക. അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ ടേബിൾ അങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കുക. ഡിസ്പേഴ്സ്ഡ് ഫേസ് പലതും ഡിസ്പെർഷൻ മീഡിയം ഓരോന്നും വരുന്നതിനനുസരിച്ച് അതിന്റെ പേരും അതിന്റെ എക്സാമ്പിൾസും ഒരു 2 എക്സാമ്പിൾ വെച്ച് ഓരോന്നിനും കാണാണ്ട് പഠിക്കുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എത്രയാണ്? ഓക്കെ. ഇനി നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതിക്കോ. ബുക്കിലേക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ എഴുതുക കേട്ടോ. ബേസ്ഡ് ഓൺ, അടുത്ത നമ്പർ ഒന്നും ഇവിടെ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ബേസ്ഡ് ഓൺ ദ ഡിസ്പെർഷൻ മീഡിയം, based on the dispersion medium, comma, colloids
can be classified as ഡിസ്പെർഷൻ മീഡിയത്തിനനുസരിച്ച് കൊളോയിഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഒരു ടേബിൾ വരയ്ക്കുക. ഇതുപോലെ ടേബിളിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ഡിസ്പെർഷൻ മീഡിയം എന്ന് ഹെഡിങ് കൊടുക്കുക. ഡിസ്പെർഷൻ മീഡിയം. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ ഡിസ്പെർഷൻ മീഡിയം എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ നെയിം ഓഫ് കൊളോയിഡ്, കൊളോയിഡിന്റെ പേര്, നെയിം ഓഫ് കൊളോയിഡ് എന്ന് കൊടുക്കുക. നെയിം ഓഫ് കൊളോയിഡ്. ഇനി ഡിസ്പെർഷൻ മീഡിയം നമുക്ക് എയർ ആണെങ്കിൽ, എയർ ആണ് ഡിസ്പെർഷൻ മീഡിയം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എയ്റോസോൾ. എയ്റോസോൾ. ഡിസ്പെർഷൻ മീഡിയം നമ്മുടെ വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസോൾ. ഇനി ഡിസ്പെർഷൻ മീഡിയം നമ്മളുടെ ബെൻസീൻ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബെൻസോസോൾ. ഡിസ്പെർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കോസോൾ. ഈ 4 കാര്യങ്ങൾ പഠിക്കുക. എയ്റോസോൾ, ഹൈഡ്രോസോൾ, ബെൻസോസോൾ, ആൽക്കോസോൾ. ഇത് ഡിസ്പെർഷൻ മീഡിയത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. മറ്റേത് നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി പഠിക്കുക. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും ഓരോന്ന് വരുന്നതനുസരിച്ച്. അപ്പൊ ഇതോടുകൂടി ഒന്നാമത്തെ ക്രൈറ്റീരിയ കഴിഞ്ഞു. ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ 2 എന്ന നമ്പർ ഇടുക. സെക്കൻഡ് വൺ. രണ്ടാമത്തതാണ് ബേസ്ഡ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ dispersed phase and dispersion medium. Dispersed phase and dispersion medium. Based on the interaction between dispersed phase and dispersion medium. And the interaction between dispersed phase and dispersion medium എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്നാ മനസ്സിലായേ? എന്നാ മുതസ്ര മനസ്സിലായേ? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള ബോണ്ട് അങ്ങനെയല്ല. അത് തന്നെയാണ്. അതായത് ആ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ബോണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് തരം അട്രാക്ഷൻ ആണ് അവർ തമ്മിലുള്ളത്? സോ ഇവിടെ നമ്മൾ സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറയില്ല, പകരം എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം. അപ്പൊ ഇനി ഏത് നേരം ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എന്ത് പറയും? DP എന്നും DM എന്നും പറയും. DP എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ്, DM എന്ന് പറഞ്ഞാൽ ഡിസ്പെർഷൻ മീഡിയം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. അപ്പൊ ഇനി ഞാൻ എപ്പോഴും DP DM എന്നേ പറയുള്ളൂ. അപ്പൊ DP എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ്, DM എന്ന് പറഞ്ഞാൽ ഡിസ്പെർഷൻ മീഡിയം. കേട്ടോ? അപ്പൊ DPയും DM തമ്മിലുള്ള ഇന്ററാക്ഷൻ, അവർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് നമുക്ക് ഈ കൊളോയിഡിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ വി ക്യാൻ ക്ലാസിഫൈ കൊളോയിഡ്സ് ഇൻടു 2 ടൈപ്സ്. 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതുക based on the interaction between dispersed phase and dispersion medium, comma, colloids are classified into 2 types. 2 തരമാണ്. കൊളോയിഡ്സിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. DPയും DMഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ഒരു കോളം വരയ്ക്കുക. 2 കോളം വരയ്ക്കുക. 2 കോളം അല്ല, 3 കോളം വരയ്ക്കണം കേട്ടോ. 3 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളം കുറച്ച് ചെറിയ കോളം വരച്ചാൽ മതി. രണ്ടാമത്തെ മൂന്നാമത്തെ അത്യാവശ്യം വലിയ കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് എന്ന് കൊടുക്കുക. പ്രോപ്പർട്ടീസ്. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ ലയോഫിലിക് കൊളോയിഡ്.
മൂന്നാമത്തേൽ നിങ്ങൾ ലയോഫോബിക് കൊളോയിഡ്. ഇതാണ് രണ്ട് കാറ്റഗറി, ലയോഫിലിക്കും ലയോഫോബിക്കും. ലയോഫിലിക് കൊളോയിഡ്, ലയോഫോബിക് കൊളോയിഡ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഡിപിയും ഡിഎമ്മും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചിട്ട് നമുക്ക് കൊളോയിഡിനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് രണ്ടെണ്ണം? ഒന്ന് ലയോഫിലിക്, രണ്ട് ലയോഫോബിക്. ഓക്കെ, പിന്നെ അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തത് പ്രോപ്പർട്ടീസിൽ ആദ്യത്തെ നിങ്ങൾ എഴുതുക, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് എഴുതിയിട്ട് ലയോഫിലിക്കിന്റെ താഴെ നിങ്ങൾ സ്ട്രോങ് എന്ന് എഴുതുക, ലയോഫോബിക്കിന്റെ താഴെ വീക്ക് എന്ന് എഴുതുക. ഇതിന്റെ ഒക്കെ അർത്ഥം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ തൽക്കാലം എഴുതിയെടുക്കുക. ലയോഫിലിക്കിന്റെ താഴെ സ്ട്രോങ്, ലയോഫോബിക്കിന്റെ താഴെ വീക്ക്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ എഴുതുക, സെക്കൻഡ് വൺ, പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്നിട്ട് ലയോഫിലിക്കിന്റെ താഴെ എഴുതുക, ക്യാൻ ബി ഈസിലി പ്രിപ്പയർഡ്. Can be easily prepared by simply mixing, dispersed phase and dispersion medium. Can be prepared easily. Can be easily prepared by simply mixing dispersed phase and dispersion medium. ലയോഫോബിക്കിന്റെ താഴെ നിങ്ങൾ എഴുതുക, some special methods are required. Some special methods are required. ചില സ്പെഷ്യൽ മെത്തേഡ് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ പറയാം. സം സ്പെഷ്യൽ മെത്തേഡ്സ് ആർ റിക്വയർഡ്. ഇപ്പൊ എഴുതി വെക്കുക, സം സ്പെഷ്യൽ മെത്തേഡ്സ് ആർ റിക്വയർഡ്. മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് എഴുതുക, മൂന്നാമത്തതാണ് സ്റ്റെബിലിറ്റി. ഇവിടെ നിങ്ങൾ എഴുതുക സെൽഫ് സ്റ്റെബിലൈസ്ഡ്. ഇവിടെ നിങ്ങൾ എഴുതുക ലെസ് സ്റ്റേബിൾ ആൻഡ് റിക്വയർ സം സ്റ്റെബിലൈസിംഗ് ഏജന്റ്സ്. നാലാമത്തതാണ് റിവേഴ്സിബിലിറ്റി. ഇവിടെ നിങ്ങൾ എഴുതുക റിവേഴ്സിബിൾ. ഇവിടെ നിങ്ങൾ എഴുതുക ഇർറിവേഴ്സിബിൾ. അടുത്തത് അഞ്ചാമത്തതാണ് കൊയാഗുലേഷൻ. COAGULATION. കൊയാഗുലേഷൻ. ലയോഫിലിക്കിന്റെ അവിടെ എഴുതുക ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് നീഡഡ്. ഇവിടെ നിങ്ങൾ ഇതിന്റെ താഴെ എഴുതുക only small amount of electrolyte needed.
അപ്പൊ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് നീഡഡ്. ഇനി നമുക്കത് എന്താന്ന് പറയാം. ഓക്കെ, എല്ലാവരും അത് എഴുതിയെടുത്ത്. എഴുതിയോ? അങ്ങനെയാണ് ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എന്താണ് ലയോഫിലിക് സോള്, എന്താണ് ലയോഫോബിക് സോള്? സോള് അല്ലെങ്കിൽ കൊളോയിഡ് എങ്ങനെ വേണമെങ്കിലും പറയാം. ലയോഫിലിക് കൊളോയിഡ് എന്താണ്, ലയോഫോബിക് കൊളോയിഡ് എന്താണ്? നിങ്ങൾ നോക്കിക്കേ, നമുക്ക് രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പെർഷൻ മീഡിയം ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ഇവർ തമ്മിൽ നല്ല സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് അവര് ഡിപിയും ഡിഎമ്മും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്ന് വിചാരിക്കുക. ഡിപിക്ക് ഡിഎമ്മിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വിചാരിക്കുക. അതായത് അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയുള്ള കൊളോയിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലയോഫിലിക് എന്ന് വിളിക്കുന്നത്. ഫിലിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻ ലവ് വിത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇഷ്ടമാണ്, അതായത് ഡിപിക്ക് ഡിഎമ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ലയോഫിലിക് കൊളോയിഡ് എന്ന് വിളിക്കാം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. അതായത് അവര് എന്താണ് പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിൽ എന്താണ് ഭയങ്കര അടുപ്പത്തിലാണ്, നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അതാണ് ലയോഫിലിക് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ലയോഫോബിക് എന്നായിരിക്കും? കണ്ണിന്റെ ഇരുമണിക്ക് കാണാൻ മേല. അതായത് ഡിപിക്ക് ഡിഎമ്മിനെ ഇഷ്ടമേ അല്ല എന്ന് വിചാരിക്കുക. ഡിപിയും ഡിഎമ്മും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്നിരിക്കുന്നത് തന്നെ താല്പര്യമില്ലാത്ത കൊളോയിഡുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലയോഫോബിക് കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയേക്കണം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലയോഫിലിക്കിൽ സ്ട്രോങ് ആയിരിക്കും, ലയോഫോബിക്കിൽ തീരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല. അതായത് അവർക്ക് തീരെ താല്പര്യമില്ല ഡിപിക്കും ഡിഎമ്മിനും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് തൊട്ടുള്ളതിന്റെ കാരണം നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ നോക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ? പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനിൽ പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കിക്കേ, ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? അബീന വായിച്ച. അബീനയുടെ ഓഡിയോ ഒക്കെ കറക്റ്റ് ആയോ? വായിച്ച അബീന. Can be easily prepared by simply mixing dispersed phase and dispersed medium. എന്താ ഇതിനകത്ത് അബീനക്ക് മനസ്സിലായേ? സിമ്പിൾ മെത്തേഡ്സിലൂടെ അത് മിക്സ് ചെയ്യാം. അതായത് ചുമ്മാ അങ്ങ് മിക്സ് ചെയ്താൽ മതി. ഒരു ഡി പി എടുക്കുക, ഒരു ഡി എം എടുക്കുക, ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റാർച്ച് എടുക്കുക, വെള്ളം എടുക്കുക, ജസ്റ്റ് മിക്സ് ചെയ്യുക. നമ്മൾ പഞ്ചസാര വെള്ളം ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഡി പി ഡി എം കൊടുത്ത് ചുമ്മാ അങ്ങ് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് കൊളോയിഡ് കിട്ടും. അതാണ് ലയോഫിലിക്. മറ്റേടത്ത് തന്നെ എഴുതിയേക്കണേ. Some special methods are required. അതെന്താ അങ്ങനെ? ഇവിടെ സിംപിളി മിക്സ് ചെയ്താൽ മതി. മറ്റേടത്ത് എന്താ ഈ സ്പെഷ്യൽ മെത്തേഡ് വേണമെന്ന് പറയാൻ കാരണം എന്താ? അത് രണ്ടും വീക്ക് ഫോഴ്സ് ആയതുകൊണ്ട് പരസ്പരം ഇഷ്ടമല്ലല്ലോ അവർക്ക്, അല്ലേ? ഡിപിക്കും ഡിഎമ്മിനും പരസ്പരം കാണാൻ മേലല്ലോ, ഇഷ്ടമല്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് സ്പെഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രമേ ഇവന്മാരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കണവരെ തന്നെ നിങ്ങൾക്ക് കുറെ പേരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, കുറച്ചുപേരെ നിങ്ങൾക്ക് കണ്ണിന്റെ ഇരുമണിക്ക് കാണാൻ മേലായിരിക്കും. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളവരുടെ അടുത്ത് ചെന്ന് ഇരിക്കും, ഇഷ്ടമല്ലാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മൈൽ അകലെ നിർത്തും. അപ്പൊ ടീച്ചർ ചില സ്പെഷ്യൽ മെത്തേഡൊക്കെ പ്രയോഗിക്കേണ്ടി വരും. അതായത് ഇഷ്ടമല്ലാത്തവരെ കൂടെ കൂട്ടി ഒരു ഗ്രൂപ്പിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ടീച്ചർ കുറച്ച് സ്പെഷ്യൽ മെത്തേഡ്സ് ഒക്കെ പ്രയോഗിച്ചാൽ മാത്രമേ അവർ ഒരുമിച്ച് നിൽക്കുള്ളൂ. അതുപോലെ കൂട്ടിയാൽ മതി. ഇവിടെ നമ്മുടെ ഡിപിക്കും ഡിഎമ്മിനും പരസ്പരം ഇഷ്ടമൊന്നുമല്ല, അവരെ കുറച്ച് സ്പെഷ്യൽ മെത്തേഡൊക്കെ ഉപയോഗിച്ച് വേണം പരസ്പരം കൂട്ടി നിർത്താനായിട്ട്. എന്നാൽ മാത്രമേ ലയോഫോബിക് കൊളോയിഡ് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? അതാണ് ലയോഫോബിക് കൊളോയിഡ്സ്. ഇനി മൂന്നാമത്തെ എന്നാണെന്ന് ആരാ വായിക്കണേ? മൂന്നാമത്തെ ഭീമ വായിച്ച. ഭീമ മൂന്നാമത്തെ. സ്റ്റെബിലിറ്റി. ലയോഫിലിക് സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ്, മറ്റേത് ലെസ് സ്റ്റേബിൾ ആൻഡ് റിക്വയർ സം സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ്. എന്താ അതിന്റെ അർത്ഥം ഭീമയ്ക്ക് മനസ്സിലായേ? ലയോഫിലിക് തന്നെ സ്റ്റേബിൾ ആകും, മറ്റേത് സ്റ്റെബിലൈസിങ് ഏജന്റ് വെച്ചിട്ടാണ് അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം വീക്ക് ആയതുകൊണ്ട്. അതായത് നമ്മുടെ ലയോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപിയും ഡിഎമ്മും തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ. ഡിപിക്ക് ഡിഎമ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല സ്റ്റേബിൾ ആയിരിക്കും, അവർക്ക് അങ്ങനെ ഇരിക്കാനും നല്ല താല്പര്യമായിരിക്കും. മറ്റേടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപിക്ക് ഡിഎമ്മിനെ കാണാൻ മേല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര്
ഒട്ടും സ്റ്റേബിൾ ആയിരിക്കില്ല. ദേ ആർ വെരി ലെസ് സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റേബിൾ ആക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് വല്ല അഡീഷണൽ ഏജൻസ് വല്ലതും ആഡ് ചെയ്യേണ്ടി വരും. അതിനെയാണ് സ്റ്റെബിലൈസിങ് ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് തന്നെ അവർ ഒരിക്കലും സ്റ്റേബിൾ ആവില്ല. അപ്പൊ അവരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് വല്ല അഡീഷണൽ ഏജൻസിനെ വല്ലതും ആഡ് ചെയ്യേണ്ടി വരും. ശരി, അത് 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ആരാ വായിക്കുന്നത്? 4th പോയിന്റ്. 4th പോയിന്റ് ഞാൻ തന്നെ പറഞ്ഞു തന്നേക്കാം. 4th 5th കുറച്ച് ബുദ്ധിമുട്ടാണ്. 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ. അതിന്റെ അർത്ഥം എന്നാന്ന് ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോ DPയും DM കൂടെ മിക്സ് ചെയ്തിട്ട് കൊളോയിഡ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. DPയും DM കൂടെ മിക്സ് ചെയ്ത് കൊളോയിഡ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉണ്ടാക്കിയതുപോലെ തന്നെ അതിനെ വീണ്ടും എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാം. അതായത് DPനെ DM-ൽ നിന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം, വീണ്ടും മിക്സ് ചെയ്യാം, വീണ്ടും സെപ്പറേറ്റ് ചെയ്യാം, വീണ്ടും മിക്സ് ചെയ്യാം, വീണ്ടും സെപ്പറേറ്റ് ചെയ്യാം, വീണ്ടും മിക്സ് ചെയ്യാം. ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ? അതിനെയാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് DPനെ DM-നെ സെപ്പറേറ്റ് ചെയ്യാം, മിക്സ് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം, മിക്സ് ചെയ്യാം. ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ചെയ്യാം. അതാണ് റിവേഴ്സിബിൾ. ഇർറിവേഴ്സിബിൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം. കാരണം DPക്ക് DM-നെ കാണാൻ മേല. അപ്പൊ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുമായിരിക്കും അവന്മാര്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് അടുത്തുനിന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? DPനെ DM-ൽ നിന്ന് വേർപെടുത്തുന്നത്. പിന്നെ അവന്മാരെ ഒന്ന് യോജിപ്പിക്കാൻ നോക്കിയാൽ ഒരു കാലത്തും നടക്കില്ല. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇർറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അതോ ഒരു തവണ നിങ്ങൾ എങ്ങാനും ആ DPനെയും DM-നെയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെ വീണ്ടും യോജിപ്പിച്ച് കൊളോയിഡ് ആക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഇർറിവേഴ്സിബിൾ കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് റിവേഴ്സിബിൾ, എന്താണ് ഇർറിവേഴ്സിബിൾ? DPനെയും DM-നെയും എത്ര നേരം വേണമെങ്കിലും സെപ്പറേറ്റ് ചെയ്യുകയോ മിക്സ് ചെയ്യുകയോ ചെയ്യാമെങ്കിൽ അത് റിവേഴ്സിബിൾ. ഒരു തവണ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഇർറിവേഴ്സിബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പ്രിസിപ്പിറ്റേഷൻ എന്നാണ്. അറിയില്ലാത്തവർ വേണമെങ്കിൽ എഴുതി വെച്ചോളുക. കൊയാഗുലേഷന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുക, പ്രിസിപ്പിറ്റേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാനിനി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു വസ്തു എപ്പോഴാണ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് പറയാമോ? എപ്പോഴാണ് ഒരു വസ്തു പ്രിസിപ്പിറ്റേറ്റ് ആവുന്നത് അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? സാമുവലിന് അറിയോ എപ്പോഴാണ് ഒരു വസ്തു പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെന്ന്? അറിയില്ല. സ്വാലിനൊക്കെ അറിയോ? എന്തെങ്കിലും ഒരു സാധനം വേറെ ഒന്നത്തിലേക്ക് ആഡ് ചെയ്യുമ്പോ അവിടെ ഉണ്ടാണ് ചേഞ്ച് ഉള്ളതാണ്. അല്ല. ആദ്യമൊക്കെ അറിയോ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അങ്ങനെയല്ല, പക്ഷെ ഏതെങ്കിലും ചില പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവും. അതറിയില്ല. ആർക്കെങ്കിലും അറിയോ? ഓപ്പൺ പ്ലാറ്റ്ഫോം. എനിബഡി? എപ്പോഴാണ് ഒരു വസ്തു പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? സാർ എക്സസ് ആയിട്ടുണ്ടാവുമ്പോഴാണോ? അല്ല, എക്സസ് ആയിട്ട് ഉണ്ടാവുമ്പോ അല്ല. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഇതുപോലെ ഒരു സോൾവെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സോൾവെന്റിന്റെ പേരാണ് എ. എന്താണ്? സോൾവെന്റിന്റെ പേര് എ എന്നാണെന്ന് വിചാരിക്കുക. ഈ സോൾവെന്റിലേക്ക് ഞാൻ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു, അതാണ് ബി. എന്താണ്? ബി. ബി എന്ന് പറയുന്ന ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പൊ ഈ എ എന്ന് പറയുന്ന സോൾവെന്റില് ബി സൊല്യൂബിൾ അല്ല എന്ന് വിചാരിക്കുക. ബി അങ്ങ് ലയിക്കില്ല എന്ന് വിചാരിക്കുക. ഞാൻ അതിനെ കഷ്ടപ്പെട്ട് ലയിപ്പിച്ചു എന്ന് വിചാരിക്കുക. കഷ്ടപ്പെട്ടാണ് ഈ പറയുന്ന എയിൽ അതിനെ ലയിപ്പിച്ചതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബി എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആ എയിൽ നിന്ന് വിട്ടുപോരും. അതിനെയാണ് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ബി എന്ത് ചെയ്യും? എയിൽ നിന്ന് സൊല്യൂട്ട് ആയിട്ട് തന്നെ പുറത്തോട്ട് പോരും, പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് പുറത്തോട്ട് വരും. അതിന്റെ കാരണം എന്നാ? കാരണം എയിൽ പുള്ളിക്ക് നിൽക്കാൻ താല്പര്യമില്ല. എ എന്ന് പറയുന്ന സോൾവെന്റില് ബി എന്ന് പറയുന്ന സൊല്യൂട്ടിന് നിൽക്കാൻ തീരെ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് ഒട്ടും സോല്യൂബിൾ അല്ല. പുള്ളി ഞാൻ എന്തൊക്കെയോ മരണായം കാണിച്ച് എന്തൊക്കെയോ കുളോത്രമൊക്കെ ചെയ്ത് ഞാൻ അതിനെ സോല്യൂബിൾ ആക്കി വെച്ചേക്കണതാ. അപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് പുറത്തോട്ട് വരും. എന്നാൽ നേരെ മറിച്ച് എയിൽ ബി നല്ലോണം സോല്യൂബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബീനെ നിങ്ങൾക്ക് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ. പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പ്രിസിപ്പിറ്റേറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പറഞ്ഞ് ആ സാധനങ്ങൾ പുറത്തോട്ട് വരുന്നതിനെയാണ് പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന സാധനത്തിനെ എയിൽ നിന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിക്കണമെങ്കിലത്തെ കണ്ടീഷൻ എന്താണ്?
എയില് ബി സോലുബിൾ ആവരുത്. അതായത് ബിയുടെ സോലുബിലിറ്റി കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബീനെ നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ലയോഫിലിക്കിലായിരിക്കോ ലയോഫോബിക്കിലായിരിക്കോ പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടക്കാൻ സാധ്യത. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലയോഫിലിക്കിലായിരിക്കോ ലയോഫോബിക്കിലായിരിക്കോ പ്രസിപ്പിറ്റേഷൻ പെട്ടെന്ന് നടക്കാൻ സാധ്യത? അനഘ. സർ ലയോഫോബിക്കിലല്ലേ? ലയോഫോബിക്കിലായിരിക്കും. കാരണം എന്താ? ലയോഫോബിക്കിൽ ഡി പിയും ഡി എമ്മും തമ്മിൽ കാണാൻ മേലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡി പിക്ക് എങ്ങനെയെങ്കിലും ഡി എമ്മിന്റെ അടുത്തൊന്ന് പോയാൽ മതി എന്നായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ഇലക്ട്രോലൈറ്റ് ഒഴിക്കും. നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ഇലക്ട്രോലൈറ്റ് അങ്ങ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഏത്? ലയോഫോബിക്കില്. ലയോഫിലിക്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. നമ്മൾ എന്തോ ഒരു നേരെ ഇലക്ട്രോലൈറ്റ് ഒഴിച്ചുകൊണ്ടിരുന്നാലും ഈ സാധനം പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അപ്പൊ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണമെങ്കിലത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ ഇലക്ട്രോലൈറ്റ് ഒഴിക്കണം. ഈ കൊളോയിഡിലേക്ക് കുറച്ച് ഇലക്ട്രോലൈറ്റ് ഒഴിക്കുക. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും NaCl അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ് ഒഴിക്കുക. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലയോഫോബിക് ആയിരിക്കും. പെട്ടെന്നൊന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ലയോഫിലിക് ആയിരിക്കും. ദിസ് ഈസ് കോയാഗുലേഷൻ. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ചോദിച്ചോളൂ. എനി ഡൗട്ട്സ്? ഇത്രയേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത് ഞാനിങ്ങനെ എഴുതി തന്നേക്കണ കാരണം പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം ഇത് തന്നെ പഠിച്ചാൽ മതി. ഞാൻ ഈ എഴുതി തന്നേക്കണ കാര്യം പഠിച്ചാൽ പുസ്തകത്തിൽ നോക്കി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പുസ്തകത്തിൽ നോക്കി പഠിക്കുക. ബുക്കിലേക്ക് എഴുതി തന്നേക്കണത് ബുക്കിൽ നോക്കി പഠിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. അപ്പൊ ഡി പിയും ഡി എമ്മും തമ്മില് പൊരിഞ്ഞ അടിയാണെങ്കിൽ അത് ലയോഫോബിക്. ഒരു അട്രാക്ഷനും ഇല്ല. ഡി പിയും ഡി എമ്മും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, വളരെ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് ലയോഫിലിക്. നീ മറന്നു പോകാൻ പാടില്ല കേട്ടല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് നമ്മൾ ബുക്കിൽ എഴുതുന്നില്ല, പുസ്തകത്തിൽ തന്നെ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. മൂന്നാമത്തതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ the type of particles. It is based on the type of particles in the dispersed phase. Type of particles in the dispersed phase. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? ഡി പി ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസ് ഏത് തരക്കാരാണ്, എങ്ങനത്തെ പാർട്ടിക്കിൾ ആണുള്ളത് എന്നനുസരിച്ച് നമുക്ക് ഈ പറയുന്ന കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയുള്ള പാർട്ടിക്കിൾ ആണ് എന്നനുസരിച്ച് ആറ്റംസ് ആണോ അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണോ, അങ്ങനെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറയുന്ന കൊളോയിഡിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 3 കാറ്റഗറൈസ്. അപ്പൊ അതിന്റെ അകത്ത് ആദ്യത്തെ കാറ്റഗറിയാണ്, ഫസ്റ്റ് വൺ ഈസ് ദ മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്. എന്താണ് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്? മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് ഇതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. ഡെഫിനേഷൻ ഞാനിപ്പോ എഴുതുന്നില്ല, നിങ്ങളുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി തരാം. എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളാം. മൾട്ടി മോളിക്യുലാർ, ഈ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മൾട്ടി മോളിക്യുലാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ, മിസാബിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മൾട്ടി മോളിക്യുലാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുന്നത്? കേട്ടില്ല. സാറേ ഒന്നിലധികം ഉള്ളതാണോ? ഒന്നിലധികം മോളിക്യൂൾസ് ഉള്ളത്. അത് ഒരു പരിധി വരെ കറക്റ്റ് ആണ്. എന്താണെന്ന് ഞാൻ പറയാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ നിങ്ങൾ എന്ത് എടുത്തേക്കുവാണ്? ഒരു ഡി എം എടുത്തേക്കുവാന്ന് വിചാരിക്കുക. ഡി എം ഡിസ്പെർഷൻ മീഡിയം നിങ്ങൾ എടുത്തേക്കണം. ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിസ്പെർഷൻ മീഡിയം നിങ്ങൾ ബെൻസീനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിസ്പെർഷൻ മീഡിയം നിങ്ങൾ എടുത്തേക്കണം. സോൾവെന്റ് എടുത്തേക്കുവാണെന്ന് വിചാരിക്കുക. ഇതിന്റെ അകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഗോൾഡ് ആറ്റം ആഡ് ചെയ്തു. എന്ത് ചെയ്തു? ഗോൾഡിന്റെ ഒരാറ്റം നിങ്ങൾ അതിന്റെ അകത്തേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കൊളോയിഡ് ആവുമോ? ഗോൾഡിന്റെ ഒരാറ്റം നിങ്ങൾ ഈ ഡിസ്പെർഷൻ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊളോയിഡ് ആവുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. നെസ്രീൻ അറിയില്ല സാർ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാറ്റം എന്ന് പറയുമ്പോ അതിന്റെ സൈസ് എത്രയായിരിക്കും? ആറ്റത്തിന്റെ സൈസ് ഒക്കെ എത്രയാ? വലിയ സൈസ് ആണോ ചെറിയ സൈസ്? ചെറുതായിരിക്കും. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണോ അതോ സാമാന്യം കുറച്ച് വലുതാണോ? ചെറുതായിരിക്കും. ചെറുതായിരിക്കും. വളരെ ചെറിയ സൈസുള്ള സാധനം കൊളോയിഡ് ആവും അന്നേരം.
ഇല്ല. കൊളോയിഡ് ആവണമെങ്കിൽ സൈസ് എത്രയായിരിക്കണം? 1 നാനോമീറ്ററിനും 1000 1000 നാനോമീറ്റർ. നാനോമീറ്റർ ഇടയ്ക്ക് ആയിരിക്കണം. ഒരാറ്റത്തിന് അത്രയും സൈസ് ഉണ്ടോ? 1 നാനോമീറ്റർ ഒക്കെ ഉണ്ടോ ഒരാറ്റത്തിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ? അത്ര ഇല്ല, അത്രയും സൈസ് ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന DM-ല് ഒരാറ്റം ഉള്ളെങ്കിൽ അതിന് ഒരിക്കലും കൊളോയിഡ് ആയിട്ട് മാറാൻ സാധിക്കില്ല, ഒരാറ്റം ഉള്ളെങ്കിൽ. അപ്പൊ ഇവർ എന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഇതുപോലെ കുറെ ഗോൾഡ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തുണ്ട്? ഇതുപോലത്തെ കുറെ ഗോൾഡ് ആറ്റംസ് ഇങ്ങനെ ചിന്നിച്ചിത്രയും അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊളോയിഡ് ആവാൻ പറ്റില്ല. കാരണം എന്താ? ഒരാറ്റത്തിന് ഒരിക്കലും കൊളോയിഡൽ റേഞ്ച് സൈസ് ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാര് കുറെ പേര് ചേർന്ന് ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യും, എന്ന് പറഞ്ഞാൽ കൂടിച്ചേരും. അതായത് 3, 4, 5 ഈ ഗോൾഡ് ആറ്റംസ് എന്ത് ചെയ്യും? പരസ്പരം കൂടിച്ചേർന്നിട്ട് അവരെന്തായിട്ട് മാറും? ഒരു കൊളോയിഡൽ സൈസ് ഉള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറും. അത് ഒരാറ്റം തന്നെ നിൽക്കുമ്പോൾ കൊളോയിഡൽ റേഞ്ചിലേക്ക് ആവില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? 2, 3, 4 ആറ്റംസ് എന്ത് ചെയ്യും? വന്ന് പരസ്പരം കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? ഒരു കൊളോയിഡൽ സൈസ് ഉള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഗോൾഡിന്റെ കൊളോയിഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി മോളിക്യുലാർ എന്ന്. മൾട്ടി മോളിക്യുലാർ എന്ന് പറഞ്ഞാൽ പല മോളിക്യൂൾസ് അല്ലെങ്കിൽ പല ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാവുന്നത്. അതുകൊണ്ടാണ് മൾട്ടി മോളിക്യുലാർ എന്ന പേര് വരുന്നത്. അതൊരു സിംഗിൾ ആറ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ കൊളോയിഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് എ കൊളോയിഡ് ബിക്കോസ് ദ സൈസ് റേഞ്ച് ഈസ് നോട്ട് ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കല്ല റേഞ്ച് ഒരാറ്റം ആണെങ്കിൽ. പക്ഷെ പല ആറ്റംസും കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഈ പറയുന്ന കൊളോയിഡിന്റെ സൈസിലേക്ക് അത് മാറും. അങ്ങനെയാണ് നമ്മൾക്ക് അങ്ങനെ കിട്ടുന്ന കൊളോയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടി മോളിക്യുലാർ കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. സംശയം ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ഇനി ഡൗട്ട്? അങ്ങനെയാണ് ഈ പുസ്തകം എടുത്ത് എൻ്റെ അകത്ത് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. പുസ്തകം എടുക്കുക, 5.4.3 അതെടുക്കുക. 5.4.3 അതൊന്ന് വായിക്കണമല്ലോ. ഐഷ ഒന്ന് വായിച്ച ഐഷ. Sir, multimolecular colloids. On dissolution, a large number of atoms or smaller molecules of a substance aggregate together to form species having size in the colloidal range 1 to 1000 nanometer. ഓക്കെ, അതായത് ഓൺ ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ DPയും DMഉം കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. DPയും DMഉം കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കും? എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്, അത് കുറെ ആറ്റംസ് അല്ലെങ്കിൽ സ്മോളർ മോളിക്യൂൾസ് അല്ലെങ്കിൽ മോളിക്യൂളുകൾ എന്ത് ചെയ്യും? ഓഫ് എ സബ്സ്റ്റൻസ് അഗ്രിഗേറ്റ് ടുഗദർ. എന്താണ്? അവർ കൂടിച്ചേരും. കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? ടു ഫോം എ സ്പീഷീസ്. കൂടിച്ചേർന്ന് ഒരു സ്പീഷീസ് ഉണ്ടാവും. ആ സ്പീഷീസിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഹാവിംഗ് ദ സൈസ് ഇൻ ദ കൊളോയിഡൽ റേഞ്ച്. കൊളോയിഡൽ റേഞ്ചിലുള്ള സൈസിലേക്ക് മാറും. ഒരു ഗോൾഡ് ആറ്റം ഇരുന്ന് കഴിഞ്ഞാൽ അതിന് കൊളോയിഡൽ സൈസ് ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? 10, 12, 20, 40 കൊളോയിഡൽ അല്ല ഗോൾഡ് ആറ്റംസ് കൂടിച്ചേരും. അപ്പൊ അവർക്ക് കൊളോയിഡൽ സൈസിലേക്ക് വരും. അങ്ങനെ ഗോൾഡിന്റെ കൊളോയിഡ് ഉണ്ടാവും. അങ്ങനെയാണ് അവർ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, എ ഗോൾഡ് സോൾ മേ കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് ഓഫ് വേരിയസ് സൈസസ് ഹാവിംഗ് മെനി ആറ്റംസ്. സൾഫർ സോൾ കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് കണ്ടെയ്നിങ് thousands and more of excited sulfur molecules. സൾഫർ മോളിക്യൂൾസ് കൂടി ചേരുന്നതും ഗോൾഡ് ആറ്റംസ് കൂടി ചേരുന്നതും ആണ് അവർ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തതാണ് മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ്. മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ് എന്താണ്? മാക്രോ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ മാളവിക, വാട്ട് ഈസ് മാക്രോ മോളിക്യൂൾ? മാക്രോ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചെറുതല്ലാത്ത മോളിക്യൂൾസ് ആണ്. ചെറുതല്ലാത്ത മോളിക്യൂൾ, അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. അതായത് വലിയ മോളിക്യൂൾ. ചെറുതല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോളിക്യൂൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്യാവശ്യം വലിയ മോളിക്യൂളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർച്ച്, സെല്ലുലോസ് അല്ലെങ്കിൽ പോളിമേഴ്സ്, ഇതൊക്കെ വലിയ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ആദ്യത്തെ പോലെ തന്നെ ഒരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ ഞാൻ എന്തെടുത്തു? ഏതെങ്കിലും ഒരു DM എടുക്കുന്നു. ഡിസ്പെർഷൻ മീഡിയം, വാട്ടർ ആയിക്കോട്ടെ, വാട്ടർ ഡിസ്പെർഷൻ മീഡിയം എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്താ ആഡ് ചെയ്തു? ഈ മാക്രോ മോളിക്യൂളിനെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ചിനെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മാക്രോ മോളിക്യൂളിന് എന്തിന്റെ സൈസ് ഉണ്ട്? കൊളോയിഡിന്റെ സൈസ് ഓൾറെഡി ഉണ്ട്. ഒരു മോളിക്യൂളിന് തന്നെ കൊളോയിഡൽ റേഞ്ചിലുള്ള സൈസ് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് നേരത്തെ പോലെ ഗോൾഡ് ചെയ്ത മാതിരി കൂടിച്ചേരേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് 3, 4, 10, 12 ആറ്റംസ് കൂടിച്ചേരേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവര് ഓൾറെഡി തന്നെ എന്ത് റേഞ്ചിലാണ്? കൊളോയിഡൽ റേഞ്ചിലാണ് ഇവരുടെ സൈസ്. അപ്പൊ ജസ്റ്റ് ആ മാക്രോ മോളിക്യൂളിനെ എടുത്ത് എന്ത് ചെയ്താൽ ഒരു DMൽ അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊളോയിഡ് കിട്ടും. ആ കൊളോയിഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാക്രോ മോളിക്കുലാർ കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് ദ സൈസ് ഓൾറെഡി ഇൻ ദ കൊളോയിഡൽ റേഞ്ച്. ഓൾറെഡി അവരുടെ സൈസ് കൊളോയിഡൽ റേഞ്ചിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടിച്ചേർന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഓൾറെഡി തന്നെ കൊളോയിഡായിട്ട് മാറിക്കോളും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ അങ്ങനെയാണ് ഈ മാക്രോ മോളിക്കുലാർ കൊളോയിഡ് എന്ന് വായിച്ച ഐഷ. മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. Macromolecular colloids. Macromolecules, unit 15, in suitable solvents form solutions in which the size of macromolecules may be in the colloidal range. Such systems. മാക്രോമോളിക്യൂളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ റേഞ്ചിൽ തന്നെയാണ്. Such systems are called macromolecular colloids. These colloids are quite stable and resemble true solutions in many respects. Examples of naturally occurring macromolecules are starch, cellulose, protein, and enzymes. That those of man-made macromolecules are polythene, nylon, polystyrene, synthetic rubber, etc. അതായത് നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന മാക്രോമോളിക്യൂളും മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുത്ത മാക്രോമോളിക്യൂളും അതിന്റെ രണ്ടിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. മെഹബൂബ എന്താ മെഹബൂബ? അറിയാണ്ടായതാ. അതായത് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ, എൻസൈം പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ, നേച്ചറിൽ തന്നെയുള്ള മാക്രോമോളിക്യൂൾസ് ആണ്. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത മാക്രോമോളിക്യൂളുകളാണ് പോളിത്തീൻ, നൈലോൺ, പോളിസ്റ്റൈറീൻ, സിന്തറ്റിക് റബ്ബർ. ഇതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസ്. അപ്പൊ ജസ്റ്റ് ഇതിനെ എടുത്ത് എന്ത് ചെയ്താൽ ഒരു DMൽ കലക്കിയാൽ മതി. അപ്പൊ തന്നെ അതൊരു കൊളോയിഡ് ആയിക്കോളും. അതിനെയാണ് നമ്മൾ മാക്രോമോളിക്കുലാർ കൊളോയിഡ്. മാക്രോമോളിക്യൂൾ എടുക്കുക, വെള്ളത്തിൽ കലക്കുക. മാക്രോമോളിക്യൂൾ എടുക്കുക, വേറെ ഏതെങ്കിലും DMൽ കലക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. തേർഡ് വൺ ഈസ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് they are also known as micelles. അപ്പൊ അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മൈസൽസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. മൈസൽസ്. എന്താണ് മൈസൽസ് എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളുക. അതായത് ആദ്യത്തെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ ഞാൻ എന്തെടുത്തു? ഒരു DM എടുക്കുന്നു. ബീക്കറിൽ ഞാനൊരു ഡിസ്പെർഷൻ മീഡിയം എടുത്തു. വാട്ടർ ആയിക്കോട്ടെ, വാട്ടർ എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്പെർഷൻ മീഡിയം എടുത്തു. ഇതിന്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? DP ആഡ് ചെയ്യുകയാണ്. എന്താണ് ആഡ് ചെയ്യുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആഡ് ചെയ്യുകയാണ്. സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ് എന്ന് കൂട്ടുക. സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പൊ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സൊല്യൂട്ടേ ആഡ് ചെയ്തോളൂ. എന്ത് ചെയ്തു? കുറച്ച് സൊല്യൂട്ട്, ആദ്യം ഇച്ചിരി സൊല്യൂട്ട് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിക്കുക. വി ആർ ഗെറ്റിംഗ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മൾ കുറച്ച് സൊല്യൂട്ട് മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൊളോയിഡ് കിട്ടിയില്ല, കൊളോയിഡ് ആയി മാറിയില്ല ആ സാധനം. പകരം എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് എ കൊളോയിഡ്, കൊളോയിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കുറച്ചും കൂടെ DP ആഡ് ചെയ്തു. അങ്ങനെ DPയുടെ കോൺസെൻട്രേഷൻ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത DPയുടെ അളവ് കൂട്ടി. അങ്ങനെ അളവ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? കൊളോയിഡ് ആയിട്ട് മാറി. ആ സൊല്യൂഷൻ എന്തായിട്ട് മാറി? കൊളോയിഡ് ആയിട്ട് മാറി. ഇങ്ങനെ ഉള്ള സൊല്യൂഷനെയാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മൈസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? DP വളരെ കുറവാണെങ്കിൽ, അതായത് DPയുടെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ അത് കൊളോയിഡ് ആയിട്ട് ആക്ട് ചെയ്യില്ല. അതായത് കൊളോയിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പകരം എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നാൽ DPയുടെ അളവ് കുറച്ച് കൂടുതലാണെങ്കിലോ, DPയുടെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? കൊളോയിഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ് അഥവാ മൈസൽസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എന്താണെന്ന്? മൈസൽസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് ആഡ് ചെയ്യുന്ന DPയുടെ അളവിനനുസരിച്ചിരിക്കും. കുറച്ച് DP ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊളോയിഡ് അല്ല. DP കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കൊളോയിഡ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഈ അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മൈസെൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 ടേംസ് പഠിക്കാനുണ്ട്. There are 2 terms വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ടേം ആണ് ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ. ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ അഥവാ CMC എന്ന് വിളിക്കും. CMC, ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ ടേം ആണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് TK എന്നാണ്. TK, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ അഥവാ TK. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ, എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് നമുക്ക് വിളിക്കാം, അല്ല നോക്കാം. അതായത് ഞാൻ ഈ പറയുന്ന ബീക്കറിലേക്ക് DP ആഡ് ചെയ്തു. അപ്പൊ DP ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കോൺസെൻട്രേഷൻ ആഡ് ചെയ്തു, പിന്നെ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്തു, പിന്നെ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്തു. ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? ഈ പറയുന്ന സൊല്യൂഷൻ കൊളോയിഡ് ആയിട്ട് മാറി എന്ന് വിചാരിക്കും. അതായത് ഞാൻ ഈ വര വരച്ചേക്കണുണ്ടോ, ഈ ഒരു കോൺസെൻട്രേഷന്റെ തൊട്ട് മുമ്പ് വരെ ഈ സൊല്യൂഷൻ കൊളോയിഡ് ആയിരുന്നില്ല. പക്ഷെ ഈ കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? ആ സൊല്യൂഷൻ എന്താണ് കൊളോയിഡ് ആയിട്ട് മാറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോർഡർ, ആ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ അഥവാ CMC എന്ന് വിളിക്കുന്നത്. അപ്പൊ CMC എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം കൊളോയിഡ് ആവുള്ളൂ. CMCക്ക് മുമ്പ്, അതായത് അതിൽ താഴെയുള്ള കോൺസെൻട്രേഷനിലൊന്നും എന്തല്ല, ഈ സൊല്യൂഷൻ കൊളോയിഡ് അല്ല. അപ്പൊ ഏത് കോൺസെൻട്രേഷനിൽ എത്തുമ്പോഴാണോ ഒരു സൊല്യൂഷൻ കൊളോയിഡ് ആയിട്ട് മാറുന്നത്, ആ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? CMC അഥവാ ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ മൊളാരിറ്റിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം 1 മോളാർ ആഡ് ചെയ്തു, പിന്നെ 2 മോളാർ, പിന്നെ 3 മോളാർ, 4 മോളാർ എത്തിക്കഴിഞ്ഞപ്പോൾ കൊളോയിഡ് ആയി മാറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 മോളാറിനെയാണ് നമ്മൾ CMC എന്ന് വിളിക്കുന്നത്. 4ന് മേളിലേക്കുള്ള എല്ലാം എന്താണ്? കൊളോയിഡൽ റേഞ്ച് ആണ്. സോ 4 മോളാറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഏത് കോൺസെൻട്രേഷനിൽ എത്തുമ്പോഴാണോ നമ്മളിങ്ങനെ DP ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്യുക, പിന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്യുക, അങ്ങനെ ആഡ് ചെയ്ത് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ സൊല്യൂഷൻ കൊളോയിഡ് ആയിട്ട് മാറും. ആ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? CMC അഥവാ ക്രിട്ടിക്കൽ മൈസിൽ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ പതുക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, ഈ സൊല്യൂഷന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ സൊല്യൂഷൻ കൊളോയിഡ് ആയിട്ട് മാറും. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊരു ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണോ ഒരു സൊല്യൂഷൻ കൊളോയിഡ് ആയിട്ട് മാറുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഏത് കോൺസെൻട്രേഷനിൽ എത്തുമ്പോഴാണോ സൊല്യൂഷൻ കൊളോയിഡ് ആവുന്നത്, അത് CMC. ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണോ സൊല്യൂഷൻ കൊളോയിഡ് ആവുന്നത്, അത് TK അല്ലെങ്കിൽ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് അസോസിയേറ്റഡ് കൊളോയിഡുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. So this is associated colloids. Any doubt? Fimol ഒന്ന് വായിച്ച, ഫിമോളെ അസോസിയേറ്റഡ് കൊളോയിഡ് വായിച്ചേ. Associated colloids, micelles. There are some substances which at low concentration behave as normal strong electrolytes, but at higher concentrations exhibit colloidal behavior due to the formation of aggregates. The aggregated നിങ്ങൾ നോക്കുക, ലോ കോൺസെൻട്രേഷനിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഹൈ കോൺസെൻട്രേഷനിൽ കൊളോയിഡും ആയിട്ടും ബിഹേവ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ് അഥവാ മൈസെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബാക്കി വായിക്കൂ. The aggregated particles thus formed are called micelles. These are also known as associated colloids. The formation of micelles takes place only above a particular temperature called Kraft temperature (TK) and above a particular concentration called critical micelle concentration (CMC). ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിന് മുകളിലേക്ക് മാത്രമേ അത് കൊളോയിഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷന് മുകളിലേക്ക് മാത്രമേ അത് എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, കൊളോയിഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെ അതിനെയാണ് നമ്മൾ CMC അഥവാ TK ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. On dilution, these colloids revert back to individual ions. അത്രയും മതി, CMC വരെ പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. അസോസിയേറ്റഡ് ക്ലോറൈഡിന്റെ എക്സാമ്പിൾ ആയിട്ട് അവിടെ പുസ്തകത്തിന്റെ സൈഡിൽ തന്നെ എഴുതി വെക്കുക. സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്, അതാണ് എക്സാമ്പിൾ. സോപ്പും ഡിറ്റർജന്റും.
സോപ്പും ഡിറ്റർജന്റും. അതാണ് മൈസൽസിന്റെ എക്സാമ്പിൾ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാം. മൈസൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി ആർക്കെങ്കിലും? എനി ഡൗട്ട്? മൈസിൽസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മൈസിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. മെക്കാനിസം ഓഫ് മൈസിൽ ഫോർമേഷൻ, എങ്ങനെയാണ് മൈസിൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് മെക്കാനിസം ഓഫ് മൈസിൽ ഫോർമേഷൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോണതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ഇത് മനസ്സിലാവാൻ ഇച്ചിരി പാടുള്ള സാധനമാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. മൈസിലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് സോപ്പും ഡിറ്റർജന്റും അല്ലേ? സോപ്പും ഡിറ്റർജന്റും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സോപ്പ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോപ്പ് ഒരു മൈസിലാണ്. അപ്പൊ അതുകൊണ്ട് സോപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നല്ല കാര്യമല്ലേ? സോപ്പ് എങ്ങനെയാണോ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? എന്താണ് സോപ്പ്? ഇതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തെഴുതണം? ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? സോപ്പ് ഈസ് ആൻ എക്സാമ്പിൾ. സോപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മൈസിൽ. സോപ്പ് എന്ന് പറഞ്ഞാൽ മൈസിലിന് ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, എന്താണ് സോപ്പ്? വാട്ട് ഈസ് സോപ്പ്? എന്താ സോപ്പ്? എന്നാ സലാഹുദ്ദീന സോപ്പ്? സർ അസോസിയേറ്റഡ് കൊളോയിഡ്. അല്ലാണ്ട് സോപ്പിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് അറിയാവോ? വാട്ട് ഈസ് സോപ്പ്? ഓയിലും എസ്റ്ററൊക്കെ ചേർത്തുണ്ടാക്കണം. നിങ്ങൾ സോപ്പിന്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടില്ലേ ലോവർ ക്ലാസ്സില്? എന്താ ഡെഫിനേഷൻ? ഹൈഡ്രോഫോബിക്കോ ഹൈഡ്രോഫിലിക്കോ ആയിട്ട് ഓയിലി സോല്യൂബിൾ ആയിട്ടുള്ള വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള പാർട്ട്. അപ്പൊ എന്താണ് സോപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളുക. നിങ്ങൾ എഴുതിക്കോളാം. സോപ്പ് ഈസ് ദ sodium or potassium. Soap is the sodium or potassium salt of higher fatty acids. Soap is the sodium or potassium salt of higher fatty acids. Higher fatty acids like stearic acid. Like stearic acid. ശ്രദ്ധിച്ചിരുന്നോട്ടോ എന്നാ പറയാൻ പോണെന്ന് നോക്കിക്കോ. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാന്നാണ് ഞാൻ ഇനി പറയാൻ പോണത്. അതായത് നമ്മൾ ഒരു ആസിഡ് എടുക്കുക. ആസിഡിന്റെ ഫോർമുല എന്താണ്? നമ്മൾ +1 പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? RCOOH. ഇതല്ലേ ആസിഡിന്റെ ഫോർമുല? This is the formula of acid. Acid functional group എന്ന് പറഞ്ഞാൽ COOH ആണ്. സോ ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH ആയതുകൊണ്ട് ഫാറ്റി ആസിഡിന്റെ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതി? RCOOH. ഇതിന്റെ അകത്ത് R എന്ന് പറഞ്ഞാൽ എന്താണ്? R is an alkyl group. മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല് എന്നൊക്കെ പറയില്ലേ? അങ്ങനത്തെ വലിയ ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ആസിഡ്, ഈ ആസിഡിന്റെ സോഡിയം സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാഷ്യം സോൾട്ട്, അതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സോഡിയം സോൾട്ട് കിട്ടുന്നത്? അത് കിട്ടണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈ RCOOHലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ സോഡിയത്തെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് RCOONA എന്ന് കിട്ടും. അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ പൊട്ടാഷ്യത്തെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ RCOOK എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോപ്പ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് സോപ്പ്. അപ്പൊ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സോഡിയം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. ഒരു ഫാറ്റി ആസിഡിന്റെ സോഡിയം സോൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഫോർമുല എഴുതുന്നത്? RCOOH. അതാണ് ഫാറ്റി ആസിഡ്. അതിന്റെ സോഡിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫോർമുല എഴുതും? RCOONA അല്ലെങ്കിൽ RCOOK. എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം സോൾട്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ബ്രാക്കറ്റിൽ ഈ സ്റ്റിയറിക് ആസിഡ് എന്ന് എഴുതിയേക്കണം. എന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് RCOONA ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് RCOONA.
ഇനി നമ്മൾ സ്റ്റിയറിക് ആസിഡിന്റെ യഥാർത്ഥ ഫോർമുല എഴുതാൻ പോവാണ്. അതായത് ഈ R എന്നുള്ളതിന് പകരം നമ്മൾ ഏത് ഗ്രൂപ്പ് കൊടുത്താലാണ് നമുക്ക് സ്റ്റിയറിക് ആസിഡ് കിട്ടണമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ സ്റ്റിയറിക് ആസിഡിന്റെ ഫോർമുല എഴുതണം. അപ്പൊ R വരെ ഞാൻ എന്താ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിക്കോ. ദാറ്റ് ഈസ് CH3 CH2 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 ഇപ്പൊ എത്രണ്ണായി? 1 2 3 4 5 6 7 8 9 10 11 12 17 വേണം. 2 4 6 8 10 12 13 14 15 16 17. അപ്പൊ ഇപ്പൊ 6 ഗ്രൂപ്പ് കഴിഞ്ഞു. ഇതാണ് R എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഒരു CH3 കഴിഞ്ഞിട്ട് ഒരു 16 CH2, അതാണ് R ഗ്രൂപ്പ്. ഇപ്പൊ 6 കഴിഞ്ഞു. 6 കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? COONA. അപ്പൊ ഇനി അതും കൂടെ എഴുതണം. സോ നമ്മള് COONA. ഇതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്, അല്ലെ? കുളിക്കാൻ നേരത്തെ ആരെങ്കിലും ഓർത്തോ ഇതാണ് സോപ്പ് എന്ന്? ഇതാണ് സോപ്പ് കേട്ടോ. ഇത്രയും വലിയ സാധനമാണ് നമ്മൾ എടുത്ത് തേച്ച് കുളിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ സോപ്പ്. സോ ദിസ് ഈസ് ദ സോഡിയം സോൾട്ട് ഓഫ് സ്റ്റിയറിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് ആണ് എഴുതി വെച്ചേക്കുന്നത്. RCOONA-യിലെ R-ന് പകരം നിങ്ങൾ എന്ത് എഴുതണം? CH3 ഇട്ടിട്ട് ഒരു 16 തവണ CH2 ഇടണം. അതാണ് R ഗ്രൂപ്പ്. പിന്നെ ഒരു COONA കൂടെ. സോ ദിസ് ഈസ് കോൾഡ് സോപ്പ്. ഇതിനെയാണ് സോപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇവിടെ നോക്കുക. ഈ സോപ്പിനെ ഞാൻ എടുത്ത് എന്ത് ചെയ്യാണ്? വെള്ളത്തിൽ കലക്കി എന്ന് വിചാരിക്കുക. എന്ത് ചെയ്തു? ഞാൻ ഈ സോപ്പിനെ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കുവാണ്. സോപ്പിനെ വെള്ളത്തിൽ കലക്കുമ്പോൾ, ഏതൊരു സാധനത്തിനും വെള്ളത്തിൽ കലക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അയോണൈസ് ചെയ്യും. എന്ത് ചെയ്യും? അത് അയോൺസ് ആയിട്ട് മാറും. അതാണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയാലത്തെ പ്രത്യേകത. ഒരു വസ്തുവിനെ നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അത് അയോൺസ് ആയിട്ട് മാറും. അപ്പൊ ഈ സാധനവും എന്തായിട്ട് മാറും? അയോൺ ആയിട്ട് മാറും. ഒരു നെഗറ്റീവ് അയോണും ഒരു പോസിറ്റീവ് അയോണും. അപ്പൊ അത് ഏതാണ് നമുക്ക് നോക്കാം. സോഡിയം എന്ന് പറയുന്നത് പോസിറ്റീവ് അയോണും, ഇത്രയും ഭാഗം അതായത് ഈ RCOO- ഇത് നെഗറ്റീവ് അയോണുമായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ സോഡിയം Na+ ആയിട്ട് മാറും, ബാക്കി മൊത്തം സാധനവും നെഗറ്റീവ് അയോണുമായിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മൾ സോപ്പിനെ വെള്ളത്തിൽ കലക്കിയാൽ പറ്റുന്നത്. സോ സോപ്പിനെ നമ്മളെടുത്ത് വെള്ളത്തിൽ കലക്കി, അപ്പൊ നമുക്കൊരു നെഗറ്റീവ് അയോണും കിട്ടി, ഒരു പോസിറ്റീവ് അയോണും കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ നെഗറ്റീവ് ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? പറയാം. അതായത് നമ്മളുടെ സോപ്പ് ഉണ്ടല്ലോ, സോപ്പിന്റെ ഫോർമുല അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അതായത് RCOONA. RCOONA എന്നുള്ളതിൽ ഈ R ഗ്രൂപ്പാണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് CH3 ഇട്ടിട്ട് 16 CH2, അത് കഴിഞ്ഞിട്ട് പിന്നെ COONA. ഇതാണ് സോപ്പ്. ഈ സോപ്പിനെ അഫിമോൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? വെള്ളത്തിൽ കലക്കണം. അപ്പൊ വെള്ളത്തിൽ കലക്കുമ്പോഴത്തെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു അയോൺസ് ആയിട്ട് മാറും. സോപ്പ് അതിന്റെ അയോൺ ആയിട്ട് മാറും. അപ്പൊ ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് അയോൺ ആരാണ്? Na+. Na+ ആണ് പോസിറ്റീവ് അയോൺ. RCOO- അതാണ് നെഗറ്റീവ് അയോൺ. അപ്പൊ ഇവിടുത്തെ R ഗ്രൂപ്പ് അറിയാലോ, വലിയ ഗ്രൂപ്പ്. പിന്നെ COO- അതാണ് നെഗറ്റീവ് അയോൺ. Na+ എന്നുള്ളതാണ് പോസിറ്റീവ് അയോൺ. അങ്ങനെ 2 അയോൺസ് ആയിട്ട് മാറി. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോണെന്ന് നിങ്ങൾ നോക്കിക്കോ. ഈ RCOO- എന്നുള്ളതിനെ എനിക്ക് ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു? ഇതുപോലെ ഒരു സിമ്പിൾ ആക്കി എഴുതാൻ പോകണം. അതായത് 1 2 3 4 5 6 7 8. ഓക്കെ, ഇതുപോലെ 1 2 3 4 5 6 7 8 ഇതുപോലെ എഴുതിയിട്ട് ഇതുപോലെ ഒരു വട്ടം വരച്ചു വെച്ചു. ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് സോപ്പിന്റെ സ്ട്രക്ചർ. അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഈ COO- എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പ് Na+നെ എടുക്കണ്ട, അത് പോസിറ്റീവ് ചാർജുള്ള അയോൺ അല്ലേ, അത് പോയി. Na+ നമ്മൾ കളഞ്ഞേക്കുക. ആ COO- എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനെയാണ് ഞാൻ ഈ വട്ടം വരച്ചു വെച്ചേക്കുന്നത്. COO- വട്ടം വരച്ചു വെച്ചേക്കുവാണ്. R എന്നുള്ളതിനെയാണ് ഞാൻ ആ മല പോലെ വരച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു കയറ്റിറക്കം പോലെ ഇങ്ങനെ വരച്ചു വെച്ചേക്കണുണ്ടോ? അതാണ് R ഗ്രൂപ്പ്. COO- ഞാൻ ഈ വട്ടം വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, R ഗ്രൂപ്പാണ്
ഇങ്ങനെ മല പോലെ വരച്ചു വെച്ചേക്കുന്നത്. സീബോബോ മൈനസിനെയാണ് ഞാൻ വട്ടം വരച്ചു വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, അപ്പൊ ഇതിപ്പോ വെള്ളത്തിൽ കലങ്ങി ഇരിക്കുകയാണല്ലോ, ഇപ്പൊ വെള്ളത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഈ പറയുന്ന ഈ വട്ടം വരച്ചു വെച്ചേക്കുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് ഹൈഡ്രോഫിലിക് ഹെഡ്. എന്താണ് ഹൈഡ്രോഫിലിക് ഹെഡ്? അതായത് ആ വട്ടം വരച്ചിരിക്കുന്ന സാധനമാണ് അതിന്റെ തല, ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ്. അപ്പൊ സോപ്പിന്റെ സ്ട്രക്ചറിന്റെ ആ വട്ടം പോലെ ഇരിക്കുന്ന സാധനമാണ് അതിന്റെ ഹെഡ്. ആ ഹെഡിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹൈഡ്രോഫിലിക്. അത് ഹൈഡ്രോഫിലിക് ആണ്. എന്താ ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഈസ് ഹൈഡ്രോഫിലിക്? ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ റൂബിക്ക് അറിയോ എന്താ ഹൈഡ്രോഫിലിക് എന്ന്? റൂബി ഒന്നോട് പറഞ്ഞേ. അതായത് വാട്ടറിനെ ഇഷ്ടമുള്ള ആള് എന്നാണ് അതിന്റെ അർത്ഥം. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ്. അതാണ് ഇംഗ്ലീഷിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ. വാട്ടർ ലവിങ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യാനൊക്കെ പുള്ളിക്ക് വലിയ താല്പര്യമാണ്. ആർക്ക്? ഈ ഹെഡ് ആയിട്ടുള്ള ഭാഗത്തിന്, തലയായിട്ടുള്ള ഭാഗത്തിന് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഈ പറയുന്ന വാല്, ഈ വാലുണ്ടല്ലോ, ആ വാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് ഹൈഡ്രോഫോബിക് ടെയിൽ. എന്താണ് വിളിക്കുന്നത്? ഹൈഡ്രോഫോബിക് ടെയിൽ. പുള്ളിക്ക് വെള്ളത്തിനെ ഇഷ്ടമല്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പുള്ളി അപ്പ ഓടും, അവിടെ നിന്ന് ഓടിപ്പോവും. അതാണ് പുള്ളിയുടെ സ്വഭാവം. പുള്ളിക്ക് വെള്ളത്തിനെ തീരെ ഇഷ്ടമല്ല. കാരണം അതൊരു ഓർഗാനിക് പാർട്ടാണ്. എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് പാർട്ടാണ്. സോ ഓർഗാനിക് സാധനങ്ങൾക്ക് വെള്ളത്തിനെ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈഡ്രോഫോബിക്. ഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലാണ്. അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നോടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളുക. ആവണി, ആൻമേരി രണ്ടുപേരുടെയും വീഡിയോ ഓഫ് ആണ് കേട്ടോ. ഇർഫാന്റെ കൊണ്ട് കുത്തിട്ടേക്കുക. ഓക്കെ ശരി. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? എങ്ങനെയാണ് സോപ്പ് ഉണ്ടാവണമെന്നാണ് ആദ്യം പറഞ്ഞത്. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സോഡിയം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. സ്റ്റിയറിക് ആസിഡ് പോലെയുള്ള ആസിഡുകളുടെ സോഡിയം സോൾട്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സോപ്പ് എന്ന് വിളിക്കുന്നത്. സ്റ്റിയറിക് ആസിഡ് പോലെയുള്ള ആസിഡിന്റെ സോഡിയം സോൾട്ട്. അപ്പൊ ഇങ്ങനത്തെ ആസിഡിനെ നമ്മൾ ജനറലി എങ്ങനെ എഴുതുന്നത്? RCOOH എന്ന് എഴുതും. അതിൻ്റെ അകത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് സോഡിയം വെച്ച് കഴിഞ്ഞാൽ അതാണ് സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. അതിനെയാണ് സോപ്പ് എന്ന് വിളിക്കുന്നത്. RCOONA. അതാണ് സോപ്പ്. ഇനി അതിൻ്റെ അകത്തെ R ഗ്രൂപ്പ്, സ്റ്റിയറിക് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ അകത്തെ R ഗ്രൂപ്പ് എങ്ങനെ എഴുതും? CH3 ഇട്ടിട്ട് ഒരു 16 തവണ CH2 ഇടുക. അതാണ് R ഗ്രൂപ്പ്. പിന്നെ COONA കൂടെ ഉണ്ടല്ലോ. സോ COONA. അതാണ് സോപ്പിന്റെ സ്ട്രക്ചർ. ഇനി അങ്ങനെയുള്ള സോപ്പിനെ ഞാൻ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ എനിക്ക് 2 അയോൺസ് കിട്ടും. ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും. പോസിറ്റീവ് അയോൺ ആരാണ്? Na+. നെഗറ്റീവ് അയോൺ ആരാണ്? RCOO-. ഇനി അതിൻ്റെ Na+നെ കളഞ്ഞേക്കാം, നമുക്ക് ആവശ്യമില്ല. RCOO- എന്ന് പറയുന്ന സാധനത്തിനെ എടുക്കുക. ആ RCOO- ആ COO- എന്നുള്ളതാണ് നമ്മളിങ്ങനെ വട്ടത്തിൽ വരച്ചു വെച്ചേക്കുന്നത്. അതിന് വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെ ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് വിളിക്കും. എന്നുള്ള സാധനമാണ് നമ്മളിങ്ങനെ ആ വാല് പോലെ വരച്ചു വെച്ചേക്കുന്നത്. അതിന് വെള്ളത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഹൈഡ്രോഫോബിക് ടെയിൽ എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്ത് സോപ്പിന്റെ സ്ട്രക്ചർ. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സോപ്പ്. ആർക്കെങ്കിലും സംശയമുണ്ടോ സോപ്പിന്റെ സ്ട്രക്ചറിനെ പറ്റി? ഇല്ല. അപ്പൊ ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. ഈ സോപ്പിനെ എടുത്തിട്ട് നമ്മൾ ഈ സോപ്പിനെ എടുത്ത് നമ്മൾ വീണ്ടും വെള്ളത്തിൽ കലക്കുക എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു. ആ ബക്കറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് സോപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി എന്ന് വിചാരിക്കുക. കുറച്ച് സോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു? വെള്ളത്തിൽ കലക്കി. അപ്പൊ എങ്ങനെയാണ് ആ സോപ്പ് വെള്ളത്തിൽ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. ആ സോപ്പ് വെള്ളത്തിൽ നിൽക്കുന്നത് ഇതുപോലെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ നിൽക്കണം. തലയും കുത്തി ഞാൻ സോപ്പ് എടുത്ത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞപ്പോൾ സോപ്പ് വെള്ളത്തിൽ നിൽക്കണതാണ് ഇങ്ങനെ. അത് കുറച്ച് സോപ്പേ കലക്കിയിട്ടുള്ളൂ. ഇച്ചിരി സോപ്പ് വെള്ളത്തിൽ കലക്കുമ്പോൾ സോപ്പ് മോളിക്യൂള് വെള്ളത്തിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കാരണം?
നസ്ന, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കാൻ കാരണം? ഹെഡ് ഭാഗം വാട്ടറിന് അലവ് ചെയ്യുന്ന കാരണം അത് താഴത്തേക്ക് നിൽക്കും. മറ്റേത് അത് തന്നെ ആണ് കാരണം. ഹെഡിനാണല്ലോ വെള്ളത്തിന് ഇഷ്ടമുള്ളൂ. മറ്റേ പുള്ളിക്ക് വെള്ളത്തിന് ടെയിലിന് വെള്ളത്തിന് ഇഷ്ടമല്ലല്ലോ. അപ്പൊ വെള്ളം ഇല്ലാത്തയിടത്തേക്ക് പൊങ്ങിയായിരിക്കും ടെയിൽ നിൽക്കുന്നത്. അപ്പൊ ടെയിൽ എന്ത് ചെയ്യും? ടെയിലിന് വെള്ളത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി മേപ്പോട്ടേക്ക് നിൽക്കും. ഹെഡിന് വെള്ളത്തിന് ഇഷ്ടമായതുകൊണ്ട് ഹെഡ് വെള്ളത്തിൽ മുങ്ങി നിൽക്കും. അപ്പൊ ഇതാണ് നമ്മൾ സോപ്പ് വെള്ളത്തിൽ കലക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മൾ സോപ്പ് മോളിക്യൂളിനെ എടുത്ത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഹെഡ് വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിൽക്കും, ടെയിൽ ഇങ്ങനെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഇത് എപ്പോഴാ? കുറച്ച് സോപ്പ് കലക്കുമ്പോഴത്തെ കാര്യമാണ്. ഇനി ഞാൻ കണ്ടമാനം സോപ്പ് വെള്ളത്തിൽ കലക്കി എന്ന് വിചാരിക്കാം, ഇഷ്ടംപോലെ സോപ്പ് വെള്ളത്തിൽ കലക്കി. അപ്പൊ എന്നാ സംഭവിക്കണത്? വെള്ളത്തില് സോപ്പിന്റെ അളവ് കൂടും, അല്ലെ? വെള്ളത്തിന്റെ സോപ്പ് മോളിക്യൂൾസിന്റെ അളവ് കൂടും. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ നിൽക്കാൻ പറ്റുമോ? അതായത് ആ വെള്ളത്തിന്റെ സർഫസിൽ തന്നെ എല്ലാവർക്കും നിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം എല്ലാവരും കൂടെ നിൽക്കാനുള്ള സ്ഥലമില്ലല്ലോ. ഇഷ്ടം ഒരു 1000 മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കോ, 1000 മോളിക്യൂൾ ആ സർഫസിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത്രയും സ്ഥലമില്ല അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവര് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകാൻ ഇവര് നിർബന്ധിതരാകും. അവര് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകേണ്ടി വരും. കാരണം എന്താ? അവർക്ക് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകാണ്ട് നിവൃത്തിയില്ല. അപ്പൊ അവരതിനൊരു പരിപാടി കാണും. അതെന്നാന്ന് നമുക്ക് നോക്കാം. ഇവന്മാര് വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി കഴിയുമ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോണേ. അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളം എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ വാട്ടർ. ഈ വാട്ടറിന്റെ ഉള്ളിലേക്ക് ഇവന്മാര് വന്നു കഴിയുമ്പോൾ ഇവന്മാര് നിൽക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കോ. ഞാൻ വരച്ച് കാണിച്ചു തരാൻ നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ നിൽക്കും. അതായത് ആ ഹെഡ് പോലെയുള്ള സാധനം എല്ലാം വെള്ളത്തിന്റെ അടുത്ത് തന്നെ നിൽക്കും. മറ്റത് എല്ലാവരും കൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് പ്രൊജക്ട് ചെയ്ത് ഒരു കവറിങ് പോലെ നിൽക്കും. അത് അപ്പോഴും അവർക്ക് വെള്ളത്തിനെ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ? ഈ ടൈല് പോലെയുള്ള സാധനം ഉള്ളിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് അതിനെ കവർ ചെയ്താണ് മറ്റവന്മാര് നിൽക്കുന്നത്. ആര് നിൽക്കുന്നത്? നമ്മുടെ ഹെഡ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും വെള്ളത്തിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇവന്മാര് നിൽക്കുന്നത്. ഇതുപോലെയായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈസിൽ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് മൈസിൽ. അയോണിക് മൈസിൽ എന്ന് വിളിക്കും. എന്താണ്? അയോണിക് മൈസിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈസിൽ. ഇങ്ങനെയാണ് മൈസിൽ ഫോർമേഷൻ. നല്ല രസമല്ലേ മൈസിൽ ഫോർമേഷൻ? അല്ലേ? നല്ലല്ലേ മൈസിൽ ഫോർമേഷൻ? ഇങ്ങനെയാണ് മൈസിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ മൈസിൽ ഫോം ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്തൊക്കെ പറയണം? ആദ്യം സോപ്പ് എന്നാന്ന് പറയണം, സോപ്പിന്റെ സ്ട്രക്ചർ എന്നാന്ന് പറയണം, കുറച്ച് സോപ്പ് വെള്ളത്തിൽ കലക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറയണം, കൂടുതൽ സോപ്പ് വെള്ളത്തിൽ കലക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറയണം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആരേതൊന്ന് പറയണത്? ഒരാൾ പറയണമല്ലോ. ആർക്ക് പറയാം? മൈസിൽ ഫോർമേഷൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആർക്ക് പറയാം? മുദ്ദസർ പറഞ്ഞ. മുദ്ദസറെ മൈസിൽ ഫോർമേഷൻ കേൾക്കട്ടെ. ആദ്യം സോപ്പിനെ കുറിച്ച് പറയണോ? പിന്നെ സോപ്പിനെ കുറിച്ച് പറഞ്ഞാലല്ലേ മൈസിലിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. സോപ്പിന് 2 ഭാഗമുണ്ട്, ഹൈഡ്രോഫിലിക് ഹെഡും. അതിനു മുമ്പ് സോപ്പ് ഉണ്ടാക്ക്. മുദ്ദസർ ആദ്യം സോപ്പ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ ഹെഡും പ്ലേറ്റും ഒക്കെ പറയേണ്ടത്. സോഡിയം സ്റ്റീറേറ്റ് ആണ് സോപ്പ്. സോപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം സ്റ്റീറേറ്റ് ആണ്. അതായത് സോഡിയം സോൾട്ടോ ഫാറ്റി ആസിഡ്. ഈ സോഡിയം സോൾട്ടോ ഫാറ്റി ആസിഡ് എങ്ങനെ ഉണ്ടാക്കും? സോഡിയം സോൾട്ടോ ഫാറ്റി ആസിഡ് എങ്ങനെയാ കിട്ടുന്നത്? അത് RCOONല് ആറിന് പകരം കാർബൺ ചെയിൻ. അങ്ങനെയാണോ? ആറിന് പകരം മാറ്റണം എന്നാണോ ഞാൻ പറഞ്ഞത്? ആറാണോ മാറ്റേണ്ടത്? RCOOHല് എണ്ണേനെ മാറ്റണം. എണ്ണേനെ മാറ്റണോ? അല്ല, എണ്ണേനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ സോഡിയം സോൾട്ട് ആവുന്നത്? മുദ്ദസർ ഇങ്ങോട്ട് നോക്കിക്കേ. RCOOH. ഇതിൽ നിന്ന് എങ്ങനെ? ഇത് ആസിഡ് ആണ്. ദിസ് ഈസ് ആസിഡ്. ഇതിൽ നിന്ന് സോപ്പ് എങ്ങനെ ഉണ്ടാക്കും? ഇതാണ് എന്റെ ചോദ്യം. എങ്ങനെ ഉണ്ടാക്കും നമ്മളെ സോപ്പ്? എച്ചിനെ
replace ആ the എച്ചിനെ മാറ്റിയിട്ട് അവിടെ എന്നെ വെക്കണം. അങ്ങനെയാണ് പ്രൊഫസറെ. ആറിനെ അല്ല മാറ്റേണ്ടത്, എച്ചിനെ മാറ്റുക, എന്നെ വയ്ക്കുക. അപ്പൊ നമുക്ക് RCOO-NA എന്ന് കിട്ടും. ഇതാണ് സോപ്പ്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. ഈ സോപ്പിലെ ആറിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? COO-NA അങ്ങനെ തന്നെ നിന്നോട്ടെ. ആറിന് പകരം ഞാൻ എന്ത് കൊടുക്കാണ്? ആ CH3 ഇട്ടിട്ട് ആ CH2 16 തവണ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഈ COO-NA ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് സോഡിയം സ്റ്റിയറേറ്റ്. ഇതാണ് സ്റ്റിയറിക് ആസിഡിന്റെ സോഡിയം സോൾട്ട്. ഇതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് സോപ്പ്. ഈ സോപ്പിനെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സോഡിയം എന്നുള്ളത് പ്ലസ് ആയി മാറും. ഇത്രയും ഭാഗം ഈ CH3 CH2 16 ടൈംസ് COO മൈനസ് എന്നുള്ളത് അത് നെഗറ്റീവ് പാർട്ടായിട്ട് മാറും. അതിന്റെ അകത്ത് Na+നെ അങ്ങ് വിട്ടേക്കുക. ഇതിന് നമ്മൾ ആവശ്യമില്ല, അതിന് നമ്മളങ്ങ് കളഞ്ഞേക്കുക. ഇത്രയും ഭാഗം ഈ CH3 CH2 16 ടൈംസ് അതിനെയാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഇങ്ങനെ വരച്ചില്ലേ? ഇതുപോലെ വരച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു വട്ടം കൂടെ വരയ്ക്കണം. ഈ വട്ടമാണ് ഈ COO മൈനസിനെയാണ് ഞാൻ ഈ വട്ടം വരച്ചേക്കുന്നത്. ഈ വട്ടത്തിൽ വരച്ചേക്കുന്നത് ഇതാണ് COO മൈനസ്. ഈ CH3 CH2 16 ടൈംസിനെയാണ് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇത് ഈ വട്ടത്തിൽ വരച്ചേക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോഫിലിക് ആണ്. അതായത് അതിന് വാട്ടറിന് ഭയങ്കര ഇഷ്ടമാണ്, ഹൈഡ്രോഫിലിക്. പക്ഷെ ഈ വരച്ചേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് ആണ്. പുള്ളിക്ക് വാട്ടറിന് ഇഷ്ടമല്ല, അതാണ് ഹൈഡ്രോഫോബിക്. അപ്പൊ ഇതിനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കും. ഹെഡും ടെയിലും. ഈ സാധനത്തിനെയാണ് നമ്മൾ എടുത്ത് വെള്ളത്തിൽ കലക്കാൻ പോണത്. അതായത് ഈ വരച്ചേക്കുന്ന സാധനം കണ്ടോ? ഇതിനെ ഞാൻ എടുത്ത് വെള്ളത്തിൽ കലക്കുകയാണ്. അപ്പൊ വെള്ളത്തിൽ കലക്കുമ്പോൾ നമ്മൾ ബക്കറ്റ് എടുക്കുന്നു, ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിൽ നമ്മൾ ഈ സാധനം കുറച്ചെടുത്ത് കലക്കുന്നു. അപ്പൊ ഈ വട്ടത്തിലിരിക്കുന്ന സാധനത്തിനാണല്ലോ വാട്ടറിന് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് അത് വാട്ടറിൽ ഇതുപോലെ മുങ്ങിക്കിടക്കും. മറ്റേ സാധനം ഇങ്ങനെ വാട്ടറിൽ നിന്ന് പൊങ്ങി മേപ്പോട്ടേക്ക് നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഇത് നമ്മൾ കുറച്ച് സോപ്പ് കലക്കുമ്പോഴത്തെ കാര്യമാണ്. ഇനി നമ്മൾ കൂടുതൽ സോപ്പ് കലക്കി എന്ന് വിചാരിക്കുക. കൂടുതൽ സോപ്പ് കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ ആ ബക്കറ്റിന്റെ ഉള്ളിലോട്ട് വരും. കാരണം വരാതെ പിന്നെ നിവൃത്തിയില്ല, അതുകൊണ്ട്. അപ്പൊ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ആരൊക്കെ വരും? ഇവന്മാരെല്ലാരും കൂടെ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവന്മാരെങ്ങനെ നിൽക്കും? ഇതുപോലെ നിൽക്കും, ഇതുപോലെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണിക് മൈസെൽ എന്ന് ഇത്രേ ഉള്ളൂ. ഇതാണ് മൈസെൽ ഫോർമേഷൻ. പിന്നെ ഇതൊന്ന് വായിക്കണമല്ലോ. ആരാ വായിക്കുന്ന? ഫോർമേഷൻ അഫിമോള് തന്നെ വായിച്ചോളൂ. അനന്തു സാറേ, ഒരു ഇൻഫോർമേഷൻ പറയാനായിരുന്നു. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഈ വീക്കിൽ ബൈ വീക്കിലി ഉണ്ട്. അപ്പൊ ബൈ വീക്കിലേക്ക് എല്ലാവർക്കും 2 ഡിവൈസ് വേണം. 2 മൊബൈൽ ഫോൺ അല്ലെങ്കിൽ 2 ഡിവൈസ് വേണം. ഓക്കെ, 2 ഡിവൈസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓഫീസിലേക്ക് ഇൻഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, അസ്ലം, ഉബൈദ്, അഹമ്മദ് ഇവർ രണ്ടുപേരുടെ ക്യാമറ ഓഫ് ആണ്. അവര് ത്രൂ ഔട്ട് ഓഫ് ആണ് കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. എനിക്കിപ്പോ ഈ ഓരോ 5 മിനിറ്റ് കൂടുമ്പോ അവരോട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. അല്ല സാറേ, ഞാൻ ഇടയ്ക്ക് അത് വിളിച്ചിട്ട് അഡ്മിറ്റ് ചെയ്തോ സാറേ. താങ്ക് യു. വീഡിയോ ഓഫ് ആക്കാൻ പാടില്ലാത്തുള്ളത് നിങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ നിന്ന് കർശനമായിട്ട് പറഞ്ഞേക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും വീഡിയോ ഓൺ ആക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ പറയുകയില്ല. അത് അവര് ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല. കേട്ടല്ലോ? ഓക്കെ. അപ്പോ ഇന്ന് വായിക്കണമല്ലോ ഈ മൈസെൽ ഫോർമേഷൻ. ആരാ വായിക്കുന്നേ? ഫിമോളൊന്ന് വായിച്ച ഫിമോളെ. Mechanism of micelle formation. Let us take the example of soap solutions. Soap is sodium or potassium salt of a higher fatty acid and may be represented as RCO minus Na plus. Example, sodium stearate, which is a major component of many bar soaps. When dissolved in water, it dissociates into RCO minus and Na plus ions. The RCO minus ions, however, consist of 2 parts, a long hydrocarbon chain R, also called a non-polar tail, which is hydrophobic, that is water repelling, and a polar group CO minus, also called a polar ionic head, which is hydrophilic, that is water loving. The RCO minus ions are therefore present on the surface with their COO minus groups in water, and the hydrocarbon chains are staying away from it and remain at the surface. But at critical micelle concentration, the anions are pulled into bulk of the solution and aggregate to form a spherical shape with their hydrocarbon chains pointing towards the center of sphere, with the COO minus part remaining outward on surface of the sphere.
An aggregate thus formed is known as ionic micelle. These micelles may contain as many as 100 such ions. ഇത്രയാണ് മൈസിൽ ഫോർമേഷൻ എന്നുള്ളത്. അപ്പൊ ഇത് ചുരുക്കി ഞാൻ നിങ്ങൾക്ക് ഇന്നലെ വാട്സാപ്പിലേക്ക് ഒരു നോട്ട് ഇട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് അനന്തു സാർ ഇട്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, കൊടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ ആ നോട്ടിൽ നോക്കി പഠിച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഇച്ചിരിയോടെ ചെറുതാക്കിയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ മൈസിൽ ഫോർമേഷൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കി വായിച്ച് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങളുടെ ബുക്കിലോട്ട് ഒരു തവണ എഴുതി നോക്കുന്നത് നന്നായിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൈസിലിന്റെ ഫോർമേഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ മൈസിൽ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്? എനി ഡൗട്ട്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പും കൂടെ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. സോ നെക്സ്റ്റ് ഈസ് ദ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഈ ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ, ഈ ക്ലെൻസിങ് ആക്ഷൻ. കാരണം അത് കുറെ എക്സാമിന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഈ ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? വേറൊന്നുമില്ല, നമ്മുടെ ഷർട്ടയിൽ ഒരു കറ പിടിച്ചു വിചാരിക്കുക. ആ കറ കളയാനായിട്ട് നമ്മൾ സോപ്പ് വെള്ളത്തിൽ തന്നെ മുക്കുന്നേ അല്ലേ? സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് വെള്ളത്തിൽ മുക്കും, അപ്പൊ കറ പോകും അല്ലേ? ഇതല്ലേ സംഭവിക്കുന്നത്? സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് വെള്ളത്തിൽ മുക്കുമ്പോൾ കറ പോകും. ആ കറ പോണേന്ന് പറയുന്ന പേരാണ് ക്ലെൻസിങ്. അപ്പൊ തുണി ക്ലീൻ ആവും, നമ്മളുടെ വസ്ത്രം ക്ലീൻ ആവും. അതിനെയാണ് ക്ലെൻസിങ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. സോപ്പിന്റെ ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലുള്ള കറ കളയുക. അതാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് കറ കളയണേന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇത് വായിക്കുന്നില്ല, ഈ പുസ്തകത്തിലുള്ള സാധനം വായിക്കണില്ല. ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്, ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. പുസ്തകത്തിൽ വളരെ വലിച്ചു വാരി എഴുതിയേക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ ആശയം മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ കയ്യിൽ ഒരു ഷർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ കയ്യിലുള്ള ഒരു ഷർട്ട്. ഈ ഷർട്ടില് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് കുറച്ച് കറ പറ്റിയിട്ടുണ്ട്. ഇതാണ് കറ. ഷർട്ടിൽ കുറച്ച് കറ പറ്റിയേക്കാണ്. ഈ കറ എനിക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. എന്ത് ചെയ്യണം? കറ റിമൂവ് ചെയ്യണം. അപ്പൊ ഈ കറ എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കണ കറയാണ്? ഓയില്, കുറച്ച് ഓയില് പറ്റിയേക്കണമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു എണ്ണക്കറയാണെന്ന് വിചാരിക്കുക. ഷർട്ടിൽ കുറച്ച് എണ്ണക്കറ പറ്റിയിട്ടുണ്ട്, ഇത് റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഷർട്ട് ഞാൻ അഴിക്കുന്നു. അതിനുശേഷം ഞാനൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിലേക്ക് ഈ ഷർട്ടിനെ മുക്കി വെക്കുന്നു. എന്ത് ചെയ്യുന്നു? ഈ ഷർട്ട് വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. ചുമ്മാ ഷർട്ട് വെള്ളത്തിലേക്ക് മുക്കി വെച്ചാൽ കറ പോവില്ല. അപ്പൊ എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് നമ്മൾ സോപ്പ് ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യണം. വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് ഞാൻ ഇപ്പൊ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞു. എന്തുണ്ടാവും? അയോണിക് മൈസിൽ ഉണ്ടാവും. അയോണിക് മൈസിൽ ഉണ്ടാവണം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഏതാ വട്ടത്തിൽ നിൽക്കുന്നത്, കുറെ പേര് ഹെഡ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും, ടെയിൽ ഇങ്ങനെ ഉള്ളിലോട്ട് നിൽക്കും. അങ്ങനെ അയോണിക് മൈസിൽ ഫോം ചെയ്യും. അപ്പൊ ഈ ഷർട്ടിന്റെ മേളിലും ഈ അയോണിക് മൈസിൽ ഫോം ചെയ്യും. പക്ഷെ അതെങ്ങനെ ഫോം ചെയ്യണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ നോക്കുക, ഈ കറ എന്ന് പറയുന്ന സാധനം ഒരു ഓയിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓർഗാനിക്. ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് സാധനമാണ് ഓയില്. ഓയിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ മൈസിൽ ശരിക്കും എങ്ങനെയാണ് ഇരുന്നിരുന്നത്? ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ മൈസിൽ ഇരുന്നിരുന്നത്? ഇങ്ങനെയാണ് മൈസിൽ ഇരുന്നത്. ഇങ്ങനത്തെ മൈസിലാണ് ഈ വെള്ളത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പോണത് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ആ മൈസിലിന്റെ ഹെഡ് ആയിരിക്കോ ആ മൈസിലിന്റെ ടെയിൽ ആയിരിക്കോ ഈ കറയിലോട്ട് വന്ന് പറ്റിപ്പിടിക്കാൻ സാധ്യത? ഇതാണ് എന്റെ ചോദ്യം. മൈസിലിന് രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഹെഡ്, വട്ടത്തിലിരിക്കുന്ന ഹെഡും ഉണ്ട്, പിന്നെ ആ വാല് പോലെ ഇരിക്കുന്ന ടെയിലും ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത് ഭാഗമായിരിക്കും ഈ കറയിൽ വന്ന് പറ്റിപ്പിടിക്കുന്നത് എന്നാണ് ചോദ്യം. ടെയില്. കാരണം എന്താ? ടെയിലാണ് ഓർഗാനിക്. അത് ടെയിൽ ഓർഗാനിക് ആണ്, കറയും ഓർഗാനിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഓർഗാനിക് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് പറ്റിപ്പിടിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ കറയുടെ ചുറ്റും എങ്ങനെയാണ് ആ മൈസിൽ വന്ന് നിൽക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കോ, ഈ കറയുടെ അങ്ങോട്ടേക്ക് നമ്മളുടെ ആ വാൽ ഭാഗം വരും. ഇതുപോലെ ഇങ്ങനെ ആ വാൽ ഭാഗം വരും. ഹെഡ് ഈ വാട്ടറിന്റെ ഇങ്ങോട്ടേക്ക് വരും. ഹെഡ് ഇതുപോലെ വെള്ളത്തിന്റെ അങ്ങോട്ടേക്ക് വരും. ഇതുപോലെ വരും. അപ്പൊ അതായത് സോപ്പ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈസിൽ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. കറയുടെ ചുറ്റും ആ വാൽ ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കും.
ആ ഹെഡ് ഇങ്ങനെ വാട്ടറിന്റെ അങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ ഇങ്ങനെയാണ് കറയുടെ ചുറ്റും ഒരു മൈസൽ ഉണ്ടാവുന്നത്. ഇനി ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒരയ്ക്കാൻ പോകുന്നത്. ഏതാണ്? നമ്മളുടെ ഷർട്ട് ഇട്ട് ഒരയ്ക്കുവാണ്, കല്ലയിൽ ഇട്ട് ഒരച്ചു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് എന്താണ് സോക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റർബ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കറയനെ ഈ പറയുന്ന മൈസിൽ അവിടെ നിന്ന് ഇളക്കിയെടുക്കും. കാരണം ഇപ്പൊ മൈസിൽ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ് ആ കറയനെ. കാരണം ആ ഓർഗാനിക് ആ ടൈല് എന്നിട്ട് ഈ കറയിൽ ചെന്ന് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫ്രിക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം കല്ലിലിട്ട് വരയ്ക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ തുണി എന്ത് ചെയ്യാണ്? അടിച്ച് നനയ്ക്കുവാണ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് കറപ്പുവാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ കറയനെ ഈ സാധനം ഇങ്ങനെ ഇളക്കി കൊണ്ടുവരും. ഇളക്കി അത് ആ വെള്ളത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല ക്ലീൻ ആയിട്ടുള്ള ഷർട്ട് കിട്ടും. ഇതിനെയാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അതാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ഷർട്ട് എടുക്കുക. ഷർട്ടിൽ എന്തുണ്ട്? ഒരു എണ്ണക്കറ പറ്റിയിട്ടുണ്ട്. ആ എണ്ണക്കറയുള്ള ഷർട്ടിൽ നിന്നുള്ള കറയൊന്ന് മാറ്റണം. ഇതിനെയാണ് ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ ഷർട്ടിനെ എടുത്ത് വെള്ളത്തിൽ മുക്കുക, വെള്ളത്തിലേക്ക് സോപ്പ് കലക്കുക. സോപ്പ് കലക്കുമ്പോൾ എന്ത് പറ്റും? മൈസിൽ ഫോം ചെയ്യും. മൈസിൽ എങ്ങനെ ഫോം ചെയ്യും? മൈസിലിന്റെ ടെയില് ഈ കറയിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കും. ഹെഡ് വെള്ളത്തിന്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫ്രിക്ഷൻ എന്താണ് ഈ പറയുന്ന തുണി അലക്കുക അല്ലെങ്കിൽ ഉരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന കറയനെ ഈ പുള്ളി ഇളക്കി കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ആ വെള്ളം ഊറ്റി കളയുക. അപ്പൊ നമുക്ക് ഷർട്ട് ഉണങ്ങി കിട്ടും, ഷർട്ട് കറ മാറി കിട്ടും. സോ ദിസ് ഈസ് കോൾഡ് ദ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഇത് നിങ്ങൾ ഞാൻ തന്നേക്കുന്ന നോട്ടിൽ ഉള്ളത് വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ആ കറയുടെ ചുറ്റും ആ മൈസിൽ ഫോം ചെയ്യുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. സോ ദിസ് ഈസ് കോൾഡ് ക്ലെൻസിങ്. പുസ്തകത്തിലുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ചേക്കാം അല്ലേ? അഫിമോളെ ജസ്റ്റ് ഒന്ന് വായിച്ചേരെ. ഇച്ചിരി പാടാണ്. ഞാൻ എഴുതി തന്നിട്ട് നോട്ടിൽ പഠിച്ചാൽ മതി. ഓക്കെ. Cleansing action of soaps. It has been mentioned earlier that a micelle consists of a hydrophobic hydrocarbon-like center core. The cleansing action of soap is due to the fact that soap molecules form micelle around the oil droplet in such a way that hydrophobic part of the stearate ions in the oil droplet and hydrophilic part projects out of the graze drop-like bristles. Since the polar groups can interact with water, the oil droplet surrounded by stearate ions is now pulled in water and removed from the dirty surface. Thus, soap helps in emulsification and washing away of oils and fats. The negatively charged sheath around the globules prevent them from coming together and forming aggregates. ഇച്ചിരി വലിച്ചു നീട്ടിയാണ് പറഞ്ഞേക്കുന്നത്. എന്റെ നോട്ടിൽ അത്രയും വലിച്ചു നീട്ടിയല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കുക കേട്ടോ. നോട്ടിലുള്ള സാധനം പഠിക്കുക. ഇർഫാൻ ഈ വീഡിയോ ഒന്നും അല്ല ഓഡിയോ ഒന്നും ഓൺ ചെയ്തേ. ഇർഫാൻ സാർ അതെന്താ ഇർഫാന് വീഡിയോ ഫുൾ ടൈം ഓഫ് ആകുന്നല്ലോ? സാർ ഫുൾ ടൈം അല്ല, ഇടയ്ക്ക് ഓഫ് ആക്കുന്നുള്ളൂ. അത് ഭയങ്കര ഹീറ്റ് ആകും. പിന്നെ ഫുൾ ക്ലാസ്സിന് കയറാൻ പറ്റില്ല. ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ശരി. അത് സാർമാര് പറയുന്നു പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. അപ്പൊ നമ്മൾ ഇന്ന് കൊളോയിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് തീർത്തത്. ഇത്രയും കാര്യമാണ് കൊളോയിഡിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് പഠിക്കണം. പിന്നെ നമ്മുടെ ഇന്ററാക്ഷൻ, ഡിപിയും ഡിഎമ്മും തമ്മിലുള്ള ഇന്ററാക്ഷൻ വെച്ചിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. ഞാൻ ആ ടേബിളിൽ എഴുതുന്നത് അങ്ങനെ തന്നെ പഠിക്കണം. പിന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിന്റെ അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. മൾട്ടി മോളിക്കുലാർ, മാക്രോ മോളിക്കുലാർ, പിന്നെ ഏതാണ്? അസോസിയേറ്റഡ്. മൈസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൈസിൽ എന്താന്ന് പഠിക്കുക, CMC എന്താന്ന് പഠിക്കുക, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്താന്ന് പഠിക്കുക, സോപ്പിന്റെ സ്ട്രക്ചർ എന്താന്ന് പഠിക്കുക, മൈസിൽ എങ്ങനെ ഉണ്ടാവണേന്ന് പഠിക്കുക, ക്ലെൻസിങ് ആക്ഷൻ പഠിക്കുക. അപ്പൊ ബാക്കി നാളെ. താങ്ക് യു. Thank you, sir.